ശ്രീജയെ കോരിയെടുത്ത പ്രസാദ് അവളെ മുറിയിൽ കൊണ്ടുചെന്ന് കട്ടിലേക്ക് കിടത്തി. അപ്പോഴും അവൾ ബോധരഹിതയായിരുന്നു. അയാൾ അവളെ തന്നെ നോക്കി ഒരു നിമിഷം നിന്നു. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. നനവ് മാറാത്ത മുടി തലയിണയിൽ ചിതറിക്കിടക്കുന്നു. ചുണ്ടുകൾ അല്പമൊന്ന് വിടർന്ന് വെളുത്ത പല്ലുകൾ പ്രകടമായിരിക്കുന്നു. അവളുടെ മാറിടങ്ങൾ ശ്വാസോച്ഛ്വാസത്താൽ മെല്ലെ ഉയരുകയും താഴുകയും ചെയ്യുന്നു. ശ്രീജയ്, പ്രസാദ് ഒന്ന് വിളിച്ചു. അവൾ വിളി കേട്ടില്ല, കണ്ണുകൾ തുറന്നില്ല. ഹേമന്തിനെ കുറിച്ച് അറിഞ്ഞ സത്യങ്ങൾ അവൾക്കൊരു ഷോക്കായിരിക്കണം. ഒരു കാമുകിയും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണല്ലോ അത്. അവൾ മയക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? അവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും? പക്ഷേ ഇങ്ങനെ കിടന്നാൽ മതിയോ? വിളിച്ചുണർത്താതെ പറ്റില്ല. കുറച്ചു നേരം കരഞ്ഞാൽ അല്പം ആശ്വാസം കിട്ടാതിരിക്കില്ല. ശ്രീജയ്, ശ്രീജയ്! കട്ടിലിൽ ഇരുന്നുകൊണ്ട് പ്രസാദ് കുലുക്കി വിളിച്ച് ഉണർത്താൻ ശ്രമിച്ചു. പെട്ടെന്ന് അവൾ കണ്ണു തുറന്ന് മിഴിച്ചു നോക്കി. ശ്രീജയ്, എന്താ നോക്കുന്നേ? ഇത് ഞാനാണ്. അവളുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്തിനാ ശ്രീജയ് നീ വിഷമിക്കുന്നേ? രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ പോരെ? കള്ളനാ അവൻ. നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അഭിനയിച്ചുകൊണ്ട് വേറൊരു പെണ്ണിനെ. അവൾ പൊട്ടിക്കരഞ്ഞു. എന്നാലും പ്രസാദേട്ടാ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ജീവനെ പോലെ ഞാൻ സ്നേഹിച്ചതാ. എന്നിട്ടും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. മരിച്ചാൽ മതി എനിക്ക്. എന്നെ വിഡ്ഢിയാക്കി കളഞ്ഞില്ലേ? അവൾ ഇരു കൈകളും എടുത്ത് തലയിൽ ഇടിക്കാൻ ശ്രമിച്ചു. അയാൾ അവളുടെ രണ്ടു കൈകളിലും ബലമായി പിടിച്ച് അത് തടഞ്ഞു. പ്രസാദേട്ടാ, എൻ്റെ ഹൃദയം പൊട്ടുവാണ്. എനിക്കിത് സഹിക്കാൻ വയ്യ. അവൾ അയാളുടെ രണ്ടു കൈകളും പിടിച്ച് സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കരയരുത്. എനിക്ക് ചത്താൽ മതി പ്രസാദേട്ടാ. എനിക്കിനി ജീവിക്കണ്ട. എന്നെ മറന്ന് വേറൊരു പെണ്ണിനെ. അവൾ വീണ്ടും ഉച്ചത്തിൽ കരഞ്ഞു. അയാൾ പെട്ടെന്ന് കൈകൊണ്ട് അവളുടെ വായ് പൊത്തി. റോഡിലൂടെ നടന്നു പോകുന്ന ആരെങ്കിലും ഈ കരച്ചിൽ കേട്ടാൽ ഒന്നുകിൽ കയറി വന്ന് അന്വേഷിക്കാം, അല്ലെങ്കിൽ പോലീസിൽ അറിയിക്കാം. ശ്രീജ, കരയരുത്. രാത്രിയാണ്. ആരെങ്കിലും കേട്ടുകൊണ്ട് വന്നാൽ. അവൾ അയാളുടെ കൈ പിടിച്ച് കവളിലേക്ക് ചേർത്തു. പ്രസാദേട്ടനും കവിതേച്ചിയും ജീവിക്കുന്നത് പോലെ ഹേമന്തിനൊപ്പം ജീവിക്കണമെന്നായിരുന്നു എൻ്റെ മോഹം. നിങ്ങൾ രണ്ടുപേരും എത്ര സ്നേഹത്തോടെ സന്തോഷത്തോടെ കൂട്ടുകാരെ പോലെ. എല്ലാം തകർന്നു പ്രസാദേട്ടാ. അവളുടെ കവളിൽ ചേർത്ത് വെച്ച അയാളുടെ വിരലുകൾക്കിടയിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങി. അയാൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. എനിക്ക് അച്ഛനില്ല, അമ്മയും മരിച്ചു, സഹോദരങ്ങളില്ല, ആരുമില്ല. എല്ലാവരുടെയും സ്നേഹം ഹേമന്തിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ ആശിച്ചു. പക്ഷേ ഞാൻ ഒറ്റപ്പെട്ടു പോയി പ്രസാദേട്ടാ. അവൾ തേങ്ങിക്കരഞ്ഞു. ശ്രീജ, നീ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഹേമന്തിൻ്റെ സ്വഭാവം ഇപ്പോൾ മനസ്സിലായല്ലോ. അവൻ പോയത് നന്നായി. നീ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. നീ ഒറ്റപ്പെട്ടു പോയി എന്നൊന്നും വിചാരിക്കണ്ട. നിനക്ക് ഞങ്ങളുണ്ട്. കവിത നിൻ്റെ ചേച്ചിയാണ്, ഞാൻ നിൻ്റെ ചേട്ടനും. അതെനിക്കറിയാം. എനിക്കിനി നിങ്ങൾ രണ്ടുപേരുമല്ലാതെ ഈ ലോകത്ത് വേറെ ആരുമില്ല. ഞാൻ ആത്മഹത്യ ചെയ്യില്ല. കാരണം എനിക്കെൻ്റെ കവിതേച്ചിയും പ്രസാദാരനും ഉണ്ടല്ലോ. അവൾ സുബോധം നഷ്ടപ്പെട്ടതുപോലെ അയാളുടെ കയ്യിൽ തെരുതെരെ ഉമ്മവച്ചു. അവളുടെ ചുണ്ടുകളുടെ മൃദുവായ സ്പർശം അയാളെ ഒന്ന് കോരി തരിപ്പിച്ചു. ഉറങ്ങിക്കോ, അയാൾ പറഞ്ഞു. ഉറക്കം വരുന്നില്ല പ്രസാദേട്ടാ. ഒന്നും ഓർക്കാതെ കണ്ണുകളടച്ച് കിടന്നാൽ മതി. താനേ ഉറക്കം വരും. ഒന്നും ഓർക്കാതിരിക്കാൻ പറ്റുമോ എനിക്ക്? അന്നേ പ്രസാദേട്ടൻ എനിക്ക് മുന്നറിയിപ്പ് തന്നതാ. ഓർക്കുന്നില്ലേ അയാൾ എന്നെ ഗുരുവായൂർക്ക് പോകാൻ വിളിച്ചത്? അന്ന് പോയിരുന്നെങ്കിൽ എന്തും സംഭവിച്ചേനെ. ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടത്. പക്ഷേ ഭാഗ്യമില്ലാത്ത ചിലർ അകപ്പെട്ടു. അയാളുടേത് യഥാർത്ഥ സ്നേഹമല്ലായിരുന്നു എന്ന് അറിയുന്നത് ഇപ്പോഴല്ലേ? അവർ ഏറെ നേരം സംസാരിച്ചിരുന്നു. ശ്രീജയ്ക്ക് ഉറക്കം വന്നില്ല. പക്ഷേ പ്രസാദിൻ്റെ കണ്ണുകൾ അടഞ്ഞു വന്നു. ഉറക്കം വരുന്നുണ്ടോ പ്രസാദേട്ടന്? എന്നാൽ ഇവിടെ കിടന്നോളൂ. അവൾ കട്ടിലിൽ അല്പം നീങ്ങിക്കിടന്നു. വേണ്ട, അയാൾ എഴുന്നേറ്റു. പോകരുത്. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ പോകരുത്, അവൾ അപേക്ഷിച്ചു. അത് ശരിയല്ല ശ്രീജ. എൻ്റെ അടുത്ത് കിടക്കൂ. പോകരുത്. അവൾ അയാളുടെ കയ്യിൽ ബലമായി പിടിച്ചു. ഈ രാത്രി എനിക്കിത് താങ്ങാൻ വയ്യ പ്രസാദേട്ടാ. അറിയാതെ ഞാൻ എന്തെങ്കിലും അവിവേകം ചെയ്തു പോയാൽ. അയാൾ ആ ഓർമ്മയിൽ ഞെട്ടി. വേണ്ട, ഞാനിവിടെ ഇരിക്കാം. ഇഷ്ടമില്ലെങ്കിൽ എന്നെ തൊടുക പോലും വേണ്ട. ഒരറ്റത്ത് കിടന്നാൽ മതി. അവൾ അല്പം നീങ്ങിക്കിടന്ന് അയാൾക്ക് സ്ഥലമുണ്ടാക്കി. അയാൾ അവളുടെ അടുത്ത് കിടന്നു. ലൈറ്റ് അണച്ചില്ല. അവൾ എപ്പോഴെങ്കിലും എഴുന്നേറ്റ് പോയാൽ കാണാമല്ലോ. പ്രസാദ് കണ്ണുകൾ അടച്ചു. ഇന്ന് ഉറക്കം കിട്ടില്ലെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അടുത്ത് ഒരു പെണ്ണ് കിടപ്പുണ്ട്. അവൾ കവിതയല്ല, അന്യയായ ഒരു യുവതിയാണ്. അത് മറക്കാൻ പാടില്ല. അവൾ അയാൾക്ക് നേരെ തിരിഞ്ഞു കിടന്നു. ആ ശബ്ദം കേട്ടെങ്കിലും അയാൾ അറിഞ്ഞതായി നടിച്ചില്ല. പ്രസാദേട്ടാ, അവൾ വിളിച്ചു. അയാൾ വിളി കേട്ടില്ല. കണ്ണ് തുറന്നുമില്ല. അവളിൽ നിന്ന് ഒരു നെടുവീർപ്പുയരുന്നത് അയാൾ കേട്ടു. അവളിൽ നിന്ന് പ്രസരിക്കുന്ന ഒരു പ്രത്യേക ഗന്ധവും അയാൾക്ക് അറിയാൻ കഴിഞ്ഞു. ഉറങ്ങിയാൽ മതിയായിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അയാൾ സാവധാനം ഉറക്കത്തിലേക്ക് വഴുതി വീണു. പക്ഷേ എപ്പോഴോ ഞെട്ടി ഉണർന്നപ്പോൾ നെഞ്ചുരുമ്മി അവൾ ചേർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അറിയാതെ അയാൾ അവളെ ചേർത്ത് പിടിച്ച് ഉമ്മ വച്ചു. അതോടെ അവൾ ഉണർന്നു. ഹോസ്റ്റലിൻ്റെ ഗേറ്റിന് വെളിയിൽ ചെന്ന് കാർ നിന്നു. ഒന്നും മിണ്ടാതെ ശ്രീജ തലത്തിരിച്ച് പ്രസാദിനെ ഒന്ന് നോക്കി. അയാൾ അവൾക്ക് മുഖം കൊടുത്തില്ല. പ്രസാദേട്ടാ, ഞാനിറങ്ങട്ടെ? എന്നോട് പിണങ്ങിയാണോ? അല്ല, സംഭവിച്ചതിനൊക്കെ ഞാനാണ് കാരണക്കാരി. പ്രസാദേട്ടന് ഒരു കുറ്റബോധവും വേണ്ട. അയാൾ മിണ്ടിയില്ല. എന്നെ വെറുക്കരുത്. എന്നും എനിക്ക് സ്നേഹം വേണം, അല്ലെങ്കിൽ ഞാൻ തളർന്നു പോകും. ശ്രീജ, ചെല്ല്. എന്നോട് ദേഷ്യമില്ലെന്ന് പറഞ്ഞാലേ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങൂ. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. എന്നോട് തന്നെ എനിക്ക് ദേഷ്യം. എന്തിന്? നീ പറഞ്ഞതൊക്കെ അനുസരിച്ചതിന്, എൻ്റെ നില മറന്ന് പെരുമാറിയതിന്.
ആർക്കും ഒരബദ്ധം സംഭവിക്കാൻ പ്രസാദേട്ടാ. നമ്മൾ വെറും മനുഷ്യരല്ലേ. മനസ്സ് ചിലപ്പോഴൊക്കെ ദുർബലമായി പോകും. പിടിച്ചു നിർത്താനുള്ള ശക്തി കിട്ടില്ല അപ്പോൾ. നടന്നതോർത്ത് ദുഃഖിച്ചിട്ട് പ്രയോജനമില്ല. പക്ഷേ നടന്നതോർത്ത് പശ്ചാത്തപിക്കാൻ പറ്റും. അത് നേരാണ്. ചെയ്ത തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ അത് സഹായിക്കും. അതെ, പക്ഷേ എന്നെ വെറുക്കാൻ കഴിയുമോ പ്രസാദേട്ടന്? അയാൾ അവളുടെ മുഖത്ത് നോക്കി. നിഷ്കളങ്കമായ മുഖം, നനവുള്ള കണ്ണുകൾ. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല പ്രസാദേട്ടാ. കവിതേച്ചിയുള്ളത് കൊണ്ട് സ്നേഹത്തിൻ്റെ വില പ്രസാദേട്ടൻ അറിയുന്നില്ല. ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിച്ചെങ്കിലേ അറിയാൻ പറ്റൂ. മതി, നിനക്കിന്ന് സ്കൂളിൽ പോകണ്ടേ? ലേറ്റാകും, അയാൾ ഓർമ്മിപ്പിച്ചു. എന്നെ വെറുക്കുകയില്ലെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങൂ, അവൾ വാശി പിടിച്ചു. വെറുക്കുകയില്ല, അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു. സ്നേഹിക്കുകയും വേണം. താങ്ക്സ് പ്രസാദേട്ടാ. സമയം കിട്ടുമ്പോൾ എന്നെ വിളിക്കണേ. ശ്രീജ എയർബാഗുമായി കാറിൽ നിന്നിറങ്ങി. അവൾ ഹോസ്റ്റലിൻ്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തലതിരിച്ച് അയാളൊന്ന് നോക്കി. അയാളത് കണ്ടില്ലെന്ന് നടിച്ച് കാർ മുമ്പോട്ടെടുത്തു. അവൾ റൂമിൽ ചെന്നപ്പോൾ വന്ദന സാരി ഇസ്തിരിയിട്ട് കൊണ്ട് നിൽക്കുന്നു. ടൂർ കഴിഞ്ഞെത്തിയോ? അവളെ കണ്ട് വന്ദന ചോദിച്ചു. രാത്രിയിലെ ട്രെയിനിങ്ങിൽ അവിടുന്ന് കയറി, രാവിലെ ഇവിടെ എത്തി. ചേച്ചിയുടെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? നല്ല ആശ്വാസമുണ്ട്, പക്ഷേ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. ഈ ആഴ്ച അവസാനം ഡിസ്ചാർജ് ചെയ്തേക്കും. ഞാൻ വേഗം കുളിച്ചിട്ട് വരാൻ വന്ദനെ. ഓക്കെ. ശ്രീജ പോയി കുളിച്ചു. സ്കൂളിൽ പോകാനുള്ള വേഷം ധരിക്കുന്നതിനിടയിൽ മുടിയുണക്കി. പിന്നെ മെസ്സിൽ പോയി ഭക്ഷണം കഴിച്ചു. അപ്പോഴെല്ലാം അവൾ പ്രസാദിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. പ്രസാദേട്ടനില്ലായിരുന്നെങ്കിൽ ഇന്നലെ ഹേമന്തിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ തകർന്നു പോയേനെ. ഇന്നലെ വരെ മൂത്ത ജ്യേഷ്ഠനെ പോലെയായിരുന്നു. പക്ഷേ ഇപ്പോൾ പതിവ് സമയത്ത് തന്നെ അവൾ സ്കൂളിലെത്തി. ഉച്ചയ്ക്ക് ഇൻ്റർവെൽ സമയത്ത് പ്രസാദ് വിളിച്ചേക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. പക്ഷേ വിളിച്ചില്ല. അവൾ അയാളെ വിളിച്ചു. ബെല്ലടിച്ച് നിന്നതല്ലാതെ കാൾ കിട്ടിയില്ല. തിരിച്ച് വിളിച്ചതുമില്ല. അന്നത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞ് 3:30 സ്റ്റാഫ് റൂമിൽ വന്നപ്പോൾ അവൾ ബാഗിൽ നിന്ന് മൊബൈൽ എടുത്ത് നോക്കി. കവിതയുടെ 4 മിസ്ഡ് കോളുകൾ വന്ന് കിടപ്പുണ്ടായിരുന്നു. എന്തിനാണ് 4 തവണ കവിതേച്ചി വിളിച്ചത്? അവൾ അറിയാതെ ഞെട്ടി. ഇന്നലത്തെ രാത്രിയെക്കുറിച്ച് കവിതേച്ചിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായി കാണുമോ? എന്തെങ്കിലും അറിഞ്ഞിട്ടാണെങ്കിൽ? പ്രസാദ് എന്നോട് ഒന്ന് സംസാരിച്ചിട്ട് കവിതേച്ചിയെ വിളിക്കുന്നതാണ് ബുദ്ധിയെന്ന് അവൾക്ക് തോന്നി. ഉടൻ തന്നെ പ്രസാദിൻ്റെ നമ്പർ എടുത്ത് അവൾ വിളിച്ചു. എന്താ ശ്രീജയ്? പ്രസാദ് ഉടൻ കോൾ എടുത്തു. കവിതേച്ചി ഇന്ന് വിളിച്ചായിരുന്നോ? രാവിലെ വിളിച്ചു, ഉച്ചയ്ക്ക് വിളിച്ചു. എന്താ ചോദിച്ചേ? ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ കവിതേച്ചിയുടെ 4 മിസ്ഡ് കോൾ വന്ന് കിടക്കുന്നു. അത് കണ്ട് ഞാൻ പേടിച്ചു പോയി. ശ്രീജ എന്തിനാ പേടിക്കുന്നേ? ഇന്നലത്തെ കാര്യം വല്ലതും ചേച്ചി അറിഞ്ഞു കാണുമോ എന്ന്? ഇന്നലെ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ വിചാരിച്ചാൽ മതി. അങ്ങനെ തന്നെ വിശ്വസിക്കണം നീ. പക്ഷേ എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല പ്രസാദേട്ടാ. കാരണം ഞാനൊരു പെണ്ണാണ്. പുരുഷന്മാരെ പോലെയല്ല സ്ത്രീകൾ. ശ്രീജ, ഇന്നലെ അങ്ങനെ സംഭവിച്ചു പോയി. ശരിയാണ്, നമ്മൾ 2 പേരും തെറ്റുകാരാണ്. പക്ഷേ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ല. അത്തരമൊരു സാഹചര്യത്തിൽ ആരായാലും ചിലപ്പോൾ. ഇനി അതേക്കുറിച്ചോർത്ത് വിഷമിക്കരുത്. നമ്മൾ ആ സംഭവം മറക്കാൻ ശ്രമിക്കണം, അയാൾ ഉപദേശിച്ചു. എനിക്കത് മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ സാധിക്കുന്നില്ല പ്രസാദേട്ടാ. ഹോസ്റ്റലിൽ ചെന്നപ്പോഴും സ്കൂളിലെത്തിയപ്പോഴും ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴുമൊക്കെ ആ ഓർമ്മയായിരുന്നു എനിക്ക്. ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. സാരമില്ല, ദിവസങ്ങൾ കഴിയുന്തോറും നമ്മുടെ ഓർമ്മശക്തിയുടെ ആയുസ് കുറയും. നമ്മൾ മറക്കും. ഞാനും ആ മറവിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കവിതച്ചിക്ക് ഫോൺ ചെയ്യുമ്പോൾ എന്ത് പറയണമെന്ന് എനിക്കൊരു പിടിയുമില്ല. എന്താണ് ചേച്ചി ചോദിക്കാൻ പോകുന്നതെന്നും അറിയില്ല. അവളെ വിളിക്കണം, സ്വാഭാവികമായ രീതിയിൽ സംസാരിക്കണം. സംശയമൊന്നും ഉണ്ടാകരുത്. അവൾ തകർന്നു പോകും. എനിക്കോ നിനക്കോ പിന്നെ അവളുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? ശരി പ്രസാദേട്ടാ, ഞാൻ ശ്രമിക്കാം. ശരി. അവൾ കാൾ കട്ട് ചെയ്തു. പ്രസാദ് സമാധാനിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ മനസ്സിലെ അമ്പരപ്പ് ശമിച്ചില്ല. എങ്കിലും ധൈര്യം സംഭരിച്ച് അവൾ കവിതയെ വിളിച്ചു. ഹലോ ശ്രീജ. കവിത ഫോൺ എടുത്തു. ചേച്ചി എന്നെ വിളിച്ചായിരുന്നു അല്ലേ? സോറി, ഞാൻ ക്ലാസ്സിലായിരുന്നു. ക്ഷമാപണം പോലെ അവൾ പറഞ്ഞു. ഞാനത് ഓർത്തില്ല. ഞാൻ വിചാരിച്ചു നീ ഇന്ന് സ്കൂളിൽ പോയി കാണത്തില്ലെന്ന്. ഇന്നലെ നീ വലിയ കരച്ചിലും ബഹളവുമായിരുന്നെന്ന് രാവിലെ പ്രസാദേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞു. അവൻ പോയത് തന്നെ നന്നായി മോളെ. അങ്ങനെ വിചാരിച്ചാൽ മതി. അവനെപ്പോലൊരു തെമ്മാടിയിൽ നിന്ന് നീ രക്ഷപ്പെട്ടില്ലേ? ചേച്ചി, ശ്രീജയ്ക്ക് കരച്ചിൽ വന്നു. നിന്നോട് തൽക്കാലം ഒന്നും പറയണ്ട എന്നായിരുന്നു പ്രസാദേട്ടൻ്റെ വിചാരം. പക്ഷേ നീ നിർബന്ധിച്ചതുകൊണ്ടാണ് പറഞ്ഞത്. കരഞ്ഞു വിളിച്ച് കിടന്ന് ഒത്തിരി ലേറ്റായിട്ടാണ് നീ ഉറങ്ങിയതെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് നീ ഇന്ന് സ്കൂളിൽ പോകത്തില്ലെന്ന് ഞാൻ കരുതിയത്. ഹോസ്റ്റലിലിരുന്നാൽ ഓർമ്മകൾ വന്ന് ഞാൻ ഉരുകി മരിക്കും ചേച്ചി. അതുകൊണ്ടാണ്. എന്തായാലും സ്കൂളിലേക്ക് പോയത് നന്നായി. ഇപ്പം വിഷമമൊക്കെ മാറിയോ? അത് മാറുമോ? എൻ്റെ നെഞ്ചിൽ കത്തിയിറക്കിയതിന് തുല്യമായിരുന്നു ചേച്ചി അത്. സ്നേഹം നടിച്ചിട്ട് വേറൊരു പെണ്ണിനെ. അങ്ങനെ തനിക്ക് പറയാൻ അർഹതയുണ്ടോ എന്ന് ശ്രീജ ഒരു നിമിഷം സംശയിച്ചു. ഹേമന്ത് ചെയ്ത അതേ തെറ്റല്ലേ താനും ചെയ്തിരിക്കുന്നത്. പുരുഷൻ മുൻകൈ എടുത്താലും സ്ത്രീ എന്ന നിലയിൽ താൻ തടയേണ്ടതായിരുന്നില്ലേ? എന്നിട്ട് താൻ എന്താണ് ചെയ്തത്? ശ്രീജ, കവിത വിളിച്ചു. ഇനി അതേക്കുറിച്ച് ചിന്തിക്കരുത്. നിനക്ക് വേറെ നല്ലൊരു പയ്യനെ പ്രസാദേട്ടനും ഞാനും കണ്ടുപിടിച്ച് തരും. നിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് ഞങ്ങൾ നടത്തും. ചേച്ചി, അവൾ വേദനയോടെ വിളിച്ചു. ഞാനിപ്പോൾ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ പ്രസാദേട്ടൻ്റെ വയറിന് അസുഖം വരും. ഇന്നുച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല. വയറുവേദനയാണെന്ന്. സ്വയം ഉണ്ടാക്കത്തുമില്ല.
ഒന്നും ഉണ്ടാക്കാൻ അറിയുകയുമില്ല. അവൾ മിണ്ടിയില്ല. നീ ഇപ്പോൾ സ്കൂളിലാണോ? കവിത ചോദിച്ചു. അതെ. സ്കൂൾ വിട്ടില്ലേ? ഉവ്. ഹോസ്റ്റലിലേക്ക് പോകാൻ നിൽക്കുവാണോ? എന്നാലൊരു കാര്യം ചെയ്യും മോളെ, നീ വീട്ടിലേക്ക് ചെല്ല്. 4 മണി ആയതല്ലേ ഉള്ളൂ. നാഴി അരിയെടുത്ത് കഞ്ഞി വെച്ച് ഒരു ചമ്മന്തിയും അരക്കി. അവിടെ അച്ചാർ എന്തെങ്കിലും കാണും. രാത്രിയിൽ പ്രസാദേട്ടൻ കഞ്ഞിയെങ്കിലും കുടിക്കട്ടെ. അല്ലെങ്കിൽ ഇന്ന് പട്ടിണി കിടക്കത്തേയുള്ളൂ. ഇനി അവിടേക്ക് പോകാനോ? ശ്രീജയ്ക്ക് അതേക്കുറിച്ച് ഓർക്കാൻ പോലും സാധിച്ചില്ല. അതും കവിതേച്ചിയില്ലാത്ത വീട്ടിലേക്ക്. എന്താ നീയൊന്നും മിണ്ടാത്തത്? പോകാൻ ചേച്ചി. പ്രസാദേട്ടനോട് ഞാൻ പറഞ്ഞു നീ വന്ന് കഞ്ഞി വെച്ച് തരുമെന്ന്. പക്ഷേ ആൾ ഒരു തരത്തിലും സമ്മതിച്ചില്ല. നിനക്കത് ബുദ്ധിമുട്ടാകുമെന്നാണ് പറയുന്നത്. നിനക്ക് പ്രയാസമുണ്ടോ? ഇല്ല ചേച്ചി, അവൾക്ക് പറയേണ്ടി വന്നു. പക്ഷേ രക്ഷപ്പെടാൻ പെട്ടെന്ന് അവൾക്ക് ഒരു കാരണം കിട്ടി. എൻ്റെ കയ്യിൽ വീടിൻ്റെ താക്കോലില്ല ചേച്ചി. പ്രസാദേട്ടൻ്റെ ഓഫീസിൽ നിന്ന് ചോദിച്ചാൽ തരത്തുമില്ല. അതോർത്ത് നീ വിഷമിക്കേണ്ട. നിൻ്റെ ഹാൻഡ് ബാഗിൻ്റെ ഉള്ളിലുള്ള അറയിൽ ഞാൻ താക്കോൽ വെച്ചിട്ടുണ്ട്. എനിക്കറിയാമായിരുന്നു നിന്നെ കൊണ്ടുള്ള സഹായം പ്രസാദേട്ടന് വേണ്ടി വരുമെന്ന്. നിന്നോട് ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ശ്രീജ തളർന്നു പോയി. ഇനി എന്ത് ചെയ്യും? ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് മോളെ. വെള്ളിയാഴ്ച അമ്മയെ ഡിസ്ചാർജ് ചെയ്യും. ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച ഞാനെത്തും. അതുവരെ പ്രസാദേട്ടൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് നിൻ്റെ ചുമതലയാണ് കേട്ടോ. അവൾ ദുർബലമായി മൂളി. ശരി വച്ചോ. എന്നിട്ട് സമയം കളയാതെ വീട്ടിലേക്ക് ചെല്ല്. 6 മണിയാകുമ്പോഴേക്ക് നിനക്ക് വേണമെങ്കിൽ ഹോസ്റ്റലിലേക്ക് പോകാം. സന്ധ്യയായാൽ പ്രസാദേട്ടൻ കൊണ്ടുചെന്ന് വിടും. ശരി ചേച്ചി. കവിത കോൾ കട്ട് ചെയ്തു. അവൾ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ അതിനുള്ളിൽ താക്കോലുണ്ട്. കഞ്ഞിയുണ്ടാക്കി ഒരു ചമ്മന്തിയും അരയ്ക്കാൻ 2 മണിക്കൂർ ധാരാളം. അപ്പോൾ തന്നെ ശ്രീജ സ്കൂളിൽ നിന്നിറങ്ങി. അവൾ നേരെ പ്രസാദിൻ്റെ വീട്ടിലേക്കാണ് പോയത്. സാധാരണ 5:30 പ്രസാദേട്ടൻ ഓഫീസിൽ നിന്ന് വരും, അല്ലെങ്കിൽ 6. അതിനു മുമ്പ് സ്ഥലം വിടണം. വീട്ടിൽ ചെന്ന് അവൾ താക്കോലെടുത്ത് വാതിൽ തുറന്നു. ഒഴിഞ്ഞ വീട്. ആദ്യമായിട്ടല്ല ഈ ഒഴിഞ്ഞ വീട്ടിലേക്ക് വരുന്നത്. പക്ഷേ മുമ്പൊക്കെ വന്നതുപോലെയല്ല ഇപ്പോൾ. അടുക്കളയിൽ ചെന്ന് ചെറിയ സ്റ്റീൽ കലമെടുത്ത് കഞ്ഞിയുണ്ടാക്കാൻ വെള്ളമൊഴിച്ച് സ്റ്റൗവിൽ വെച്ചു. അരി കഴുകി കലത്തിലേക്കിട്ടു. ഏറിയാൽ 1 മണിക്കൂർ. അതിനുള്ളിൽ കഞ്ഞി വേകും. സ്റ്റോർ മുറിയിൽ തേങ്ങയുണ്ടായിരുന്നു. ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് അവൾ ചിരകിയെടുത്തു. തേങ്ങ ചമ്മന്തി പ്രസാദേട്ടന് വലിയ ഇഷ്ടമാണെന്ന് അവൾക്കറിയാം. വേറെന്തെല്ലാം കറികളുണ്ടെങ്കിലും ഒരു ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ പ്രസാദേട്ടന് സന്തോഷമാകുമെന്ന് കവിതേച്ചി പറഞ്ഞിട്ടുണ്ട്. മുളകും പുളിയും ഉപ്പുമൊക്കെ എടുത്ത് അരക്കല്ലിൽ വെച്ച് തന്നെ അവൾ ചമ്മന്തി അരച്ചു. അടപ്പുള്ള ചെറിയ സ്റ്റീൽ പാത്രത്തിൽ അത് വച്ചു. കഞ്ഞി വേവ് നോക്കുമ്പോഴേക്ക് പ്രസാദിൻ്റെ കാർ ഗേറ്റ് കടന്ന് കയറി വന്നത്. അവളൊന്ന് ഞെട്ടി. മണി 5:30 അപ്പോഴേക്കും അവളൊന്ന് പരുങ്ങി. മുറിവാതിൽ ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടിരിക്കുകയായിരുന്നു. അതറിയാതെ അയാൾ പുറത്തുനിന്ന് തുറക്കാൻ ശ്രമിക്കുമെന്ന് അവൾ ഓർത്തു. ശ്രീജ വേഗം ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു. അവളെ കണ്ട് പ്രസാദ് ഒന്ന് പകച്ചു. നീ? കവിതേച്ചി പറഞ്ഞു പ്രസാദേട്ടന് വയറിന് സുഖമില്ല, കഞ്ഞി വെച്ച് കൊടുത്തിട്ട് ഹോസ്റ്റലിലേക്ക് പോയാൽ മതിയെന്ന്. എന്നിട്ട് അവളെന്നോട് അക്കാര്യം പറഞ്ഞില്ലല്ലോ. പ്രസാദേട്ടൻ സമ്മതിക്കില്ലെന്ന് വിചാരിച്ചിട്ടാ. ഒന്നും പറയാതെ അയാൾ ബെഡ്റൂമിലേക്ക് പോയി. പ്രസാദേട്ടന് ചായ വേണ്ടി വരുമോ? വയറിന് സുഖമില്ലെങ്കിൽ പാലുള്ളിൽ ചെല്ലാതിരിക്കുന്നതാണ് നല്ലത്. വേണമെന്ന് പറഞ്ഞാൽ ചായ ഉണ്ടാക്കി കൊടുക്കാം. അവൾ കഞ്ഞിയുടെ വേവ് നോക്കി. 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ കലം വാങ്ങി വയ്ക്കാം. വേഷം മാറ്റിയിട്ട് പ്രസാദ് വന്നു. കഴിഞ്ഞോ? അയാൾ ചോദിച്ചു. അവൾ മൂളി. എന്നാൽ ശ്രീജ പോയിക്കോ. പ്രസാദേട്ടന് ചായ വേണോ? എനിക്കൊരു കട്ടൻ ചായ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. കുറച്ച് ഏറെയുണ്ടാക്കി ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചാൽ മതി. ലൂസ് മോഷൻ ആരംഭിച്ചിട്ടുണ്ട്. അയ്യോ സൂക്ഷിക്കണേ, ഡോക്ടറെ കാണാൻ പോകണം. അവൾ ആദ്യയോടെ പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നാളത്തേക്ക് ശരിയാകും. എനിക്ക് ഈ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കാൻ ഒരു താല്പര്യവുമില്ല. ശ്രീജ പിന്നെ തർക്കിച്ചില്ല. അവൾ ഫ്ലാസ്ക് നിറയെ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചു. കഞ്ഞി വന്നപ്പോൾ സ്റ്റൗ അണച്ചു. കലം അതിൽ നിന്ന് എടുത്തില്ല. ചൂടാറാതെ ഇരുന്നോളും. ഞാൻ പോവാ പ്രസാദേട്ടാ. അവൾ മുൻവശത്തെ മുറിയിലേക്ക് ബാഗുമായി ചെന്നു. പ്രസാദ് പത്രം നോക്കിയിരിക്കുകയായിരുന്നു. കവിതയോട് സംസാരിച്ചപ്പം പേടി മാറിയോ? എന്നാൽ പോയിക്കോ നീ. ശ്രീജ പുറത്തേക്ക് നടന്നു. അവൾ വെളിയിലിറങ്ങി ഗേറ്റടിച്ചിട്ട് ഹോസ്റ്റലിലേക്ക് പോയി. പിറ്റേന്ന് പ്രസാദ് ഓഫീസിലിരിക്കുമ്പോഴാണ് സുജാതയുടെ ഫോൺ വന്നത്. സാർ, അയാളെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? ഇല്ല സുജാതെ, ഞാൻ അവൻ്റെ നമ്പറിൽ പല സമയത്ത് വിളിച്ചു നോക്കി. റേഞ്ചിന് വെളിയിലാണെന്നാണ് മെസ്സേജ് പറഞ്ഞത്. അവൻ ആ സിം ഊരി മാറ്റിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഞാനും രജനിയും പലവട്ടം വിളിച്ചു, കിട്ടിയതേയില്ല. അവൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചു നോക്കി. അവൻ അവരുമായിട്ടും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ വേറൊരു കാര്യം കൂടി അവൻ്റെ അച്ഛൻ പറഞ്ഞു. എന്താണ് സാർ? അവൻ്റെ കല്യാണം തീരുമാനിച്ചിരിക്കുകയാ. എന്താണ് സാർ ഈ പറയുന്നത്? വിശ്വസിക്കാനാവാതെ സുജാത ചോദിച്ചു. അവരുടെ നാട്ടിൽ തന്നെയുള്ളൊരു പെണ്ണാണ്, പേര് കാർത്തിക. ഇതൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അവൻ നമ്മളെ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു. ആ കല്യാണം നടത്തരുത്. ആ പെൺകുട്ടി വഞ്ചിക്കപ്പെടരുത്. അവൻ നാട്ടിലില്ലാതെ ആ കല്യാണം നടക്കുകയില്ലല്ലോ. അവൻ എപ്പോൾ വിളിച്ചാലും എന്നെ അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ മുഴുവൻ ആ പെണ്ണിൻ്റെ വീട്ടുകാരെ അറിയിക്കണം സാർ. എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞാനും വരാം. അവൻ്റെ ചതിയെക്കുറിച്ച് അച്ഛനോടും അമ്മയോടും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ പാവങ്ങൾ തകർന്നു പോകും. എന്തായാലും ഒരു ദിവസം ഞാൻ അവരെ കാണാൻ പോകുന്നുണ്ട്. അന്നേരം സാവകാശം എല്ലാം പറഞ്ഞു മനസ്സിലാക്കാം. രജനിയുടെ കാര്യം വലിയ കഷ്ടമാണ് സാർ. അവൾ എപ്പോഴും ഓമയെ പോലെ ഒരേ ഇരിപ്പാണ്. അമ്മയോട് വിവരം പറയേണ്ടി വന്നു. അമ്മ അവളെ കുറേ തല്ലി. ഇനിയിപ്പോൾ ഒരേ ഒരു വഴിയേ ഞങ്ങളുടെ മുന്നിലുള്ളൂ. സുജാതെ,
അയാൾ ഉത്കണ്ഠയോടെ വിളിച്ചു. കുടുംബമായി ആത്മഹത്യയൊന്നും ചെയ്യില്ല സാർ. അവളെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഇനി വൈകിയാൽ ബുദ്ധിമുട്ടാകും. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയാൻ മടിക്കരുത്. നിങ്ങൾ രണ്ടുപേരും എനിക്ക് അനുജത്തിമാരെ പോലെയാണ്. തന്നെയുമല്ല, അവൻ ഞങ്ങളുടെ കമ്പനിയിലെ സ്റ്റാഫായിരുന്നു. അതിൻ്റെ കുറ്റബോധം കൂടിയുണ്ട് എനിക്ക്. താങ്ക്സ് സാർ. ഇനി ദൈവം വിചാരിച്ചാൽ പോലും രജനിയെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അവൾ നോർമലായാൽ ഭാഗ്യം. സുജാത ഫോൺ വെച്ചു. ഒന്നും ചെയ്യാനാവാതെ പ്രസാദ് ഒരു നിമിഷം ഇരുന്നു. പെട്ടെന്നാണ് അയാളുടെ വയറ്റിൽ കൊളുത്തി പിടിക്കുന്ന പോലെ ഒരു വേദന അനുഭവപ്പെട്ടത്. അയാൾ വയറിൽ കൈ അമർത്തി ഒന്ന് ഞരങ്ങി. എന്താ സാർ? ഓഫീസിലെ സ്റ്റാഫായ തോമസ് മുറിയിലേക്ക് കയറി വന്നു. 2 ദിവസമായി വയറിനൊരു പ്രോബ്ലം. ഫുഡ് ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നു. 2 ദിവസമായി ഹോട്ടലിലെ ആഹാരമല്ലേ കഴിക്കുന്നത്? സാറിൻ്റെ വൈഫ് വരാറായില്ലേ? ഈ ആഴ്ച അവസാനം വരും. എന്തായാലും സാർ നമ്മുടെ കരുണ ക്ലിനിക്കിലൊന്ന് പോയിട്ട് വാ. ഫുഡ് ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇഞ്ചക്ഷനും ടാബ്ലറ്റും തരും. നാളത്തേക്ക് സുഖമാകും. ഓ സാരമില്ലടാ, മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും നാളത്തേക്ക് അതങ്ങ് മാറും, പ്രസാദ് നിസ്സാര മട്ടിൽ പറഞ്ഞു. പക്ഷേ ഉച്ചയായപ്പോഴേക്ക് അയാൾക്ക് നല്ല ക്ഷീണം അനുഭവപ്പെട്ടു. ശരീരത്തിൻ്റെ ഒരു തളർച്ച. ഞാൻ വീട്ടിലേക്ക് പോവാ തോമസേ, അയാൾ പറഞ്ഞു. ഹോസ്പിറ്റലിൽ കയറിയിട്ടേ പോകാവൂ. വീട്ടിലേക്ക് പോകുന്ന വഴി അയാൾ കരുണ ക്ലിനിക്കിന് മുന്നിൽ കാർ നിർത്തി. റോഡ് സൈഡിലുള്ള ചെറിയ കെട്ടിടമായിരുന്നു ക്ലിനിക്ക്. അയാൾ അങ്ങോട്ട് ചെന്നു. ഡോക്ടർ ഊണ് കഴിക്കാൻ പോയേക്കുക. ഇനി 3 മണിക്കേ വരൂ, അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് പറഞ്ഞു. എങ്കിൽ പിന്നെ വരാം. പ്രസാദ് വീട്ടിലേക്ക് പോയി. ചെന്നപ്പോൾ തന്നെ വസ്ത്രം പോലും മാറാതെ അയാൾ കിടന്നു. നല്ലപോലെ പനിക്കുന്നുണ്ടായിരുന്നു. കമ്പിളി എടുത്ത് പുതച്ചിട്ടും തണുത്തു. മൊബൈൽ എപ്പോഴോ ബെല്ലടിച്ചപ്പോൾ പ്രസാദ് പാതി മയക്കത്തിലായിരുന്നു. ആരാണ് വിളിച്ചതെന്ന് പോലും നോക്കാതെ അയാൾ കോൾ എടുത്തു. ഹലോ പ്രസാദേട്ടാ, ഇത് ഞാനാ. എന്തു പറ്റി? ഞാനാണ് വിളിച്ചതെന്ന് മനസ്സിലായില്ലേ? സ്വരം കേട്ട് സംശയത്തോടെ കവിത ചോദിച്ചു. കവിതയാണ് വിളിച്ചതെന്ന് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്. വീട്ടിലാ ഞാൻ. തീരെ വയ്യ, നല്ല പനി, അയാൾ ക്ഷീണമായ സ്വരത്തിൽ പറഞ്ഞു. ഡോക്ടറെ കണ്ടില്ലേ? പോയി, പക്ഷേ ഡോക്ടർ ഇല്ലായിരുന്നു. പ്രസാദേട്ടൻ തനിച്ച്? ഓ സാരമില്ല, നീ വച്ചോ, എനിക്ക് സംസാരിക്കാൻ വയ്യ. അയാൾ കോൾ കട്ട് ചെയ്തു. കവിത പേടിച്ചു പോയി. പ്രസാദേട്ടൻ കിടപ്പാണ്. തനിച്ചാണ് വീട്ടിൽ. തൊണ്ട വരണ്ടാൽ കുറച്ച് വെള്ളം കൊടുക്കാൻ പോലും ആരുമില്ല. അവൾ ഉടൻ തന്നെ ശ്രീജയെ വിളിച്ചു. അവൾ സ്കൂളിൽ നിന്ന് ഹോസ്റ്റലിൽ വന്നതേയുള്ളായിരുന്നു അപ്പോൾ. എന്താ ചേച്ചി? അവൾ കോളെടുത്തു. ഞാൻ പ്രസാദേട്ടനെ ഇപ്പം വിളിച്ചിരുന്നു. തീരെ വയ്യ, വീട്ടിലാണ്, കിടപ്പാണ്. രാത്രിയിൽ ഒറ്റയ്ക്ക്. എന്ത് സംഭവിച്ചാലും ആരും അറിയത്തില്ല. കവിത കിതച്ചു. ശ്രീജ അമ്പരന്നു. നീ ഉടൻ തന്നെ അങ്ങോട്ട് ചെല്ലണം മോളെ. സഹായത്തിന് നീ മാത്രമേ ഉള്ളൂ. നാളെ ഞാനങ്ങ് വരാം. ചേച്ചി എന്താ, പോകാൻ വല്ല പ്രയാസമുണ്ടോ? മണി ഇപ്പം 5 ഉള്ളൂ. വേഗം ചെല്ലും മോളെ. എങ്ങനെ പോകും? എങ്ങനെ പോകാതിരിക്കും? മറുപടി പറയാനാവാതെ ശ്രീജ മൊബൈലിൽ ചെവിയിൽ അമർത്തി നിന്നു. ശ്രീജെ, എന്താ മോളെ നീ മിണ്ടാത്തെ? എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ പറ. പ്രസാദേട്ടൻ്റെ ഓഫീസിലുള്ള ആരെങ്കിലും വിളിച്ച് ഞാൻ പറയാം. അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് അഡ്മിറ്റാക്കും, കവിത പറഞ്ഞു. പിന്നെ ശ്രീജയ്ക്ക് ചിന്തിക്കാനൊന്നുമില്ലായിരുന്നു. അസൗകര്യമൊന്നുമില്ല ചേച്ചി, ഇപ്പം തന്നെ ഞാൻ പോകാം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഹെൽപ്പിന് ആരെങ്കിലും വിളിച്ചോളാം. ചേച്ചിയോട്ട് വിഷമിക്കേണ്ട. ശരി മോളെ, ചെന്ന് കഴിഞ്ഞ് വിളിച്ച് വിവരം പറയണേ. ഞാൻ വിളിക്കാം. കോൾ കട്ട് ചെയ്തിട്ട് ശ്രീജ വേഗം വേഷം ധരിച്ചു. അപ്പോഴാണ് വന്ദന ഓഫീസ് വിട്ട് വന്നത്. എങ്ങോട്ടാ യാത്ര? അവൾ തിരക്കി. കവിതേച്ചിയുടെ വീട്ടിൽ. ഇന്ന് ഞാൻ വരത്തില്ല വന്ദനെ. എന്തു പറ്റി? ചേച്ചിയുടെ ഹസ്ബൻഡിന് സുഖമില്ല, പനിച്ചു കിടക്കുന്നു. സഹായത്തിന് എന്നെ വിളിച്ചതാ. ചേച്ചി ഇല്ല ഇവിടെ? ഉണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഒറ്റയ്ക്ക് പാടല്ലേ? കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകും മുമ്പ് ബാഗിൽ വസ്ത്രങ്ങളും എടുത്ത് അവൾ റൂമിൽ നിന്നിറങ്ങി. മേട്ടറും വസുമതിയുടെ റൂമിൽ ചെന്നപ്പോൾ അവർ കണ്ണടയ്ക്ക് മുകളിലൂടെ ഒന്ന് നോക്കി. കയ്യിലിരുന്ന എയർ ബാഗ് കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. എങ്ങോട്ടാ? കവിതേച്ചിയുടെ വീട്ടിലേക്ക്. എന്നാൽ പിന്നെ ഇയാൾക്ക് അവിടെ അങ്ങ് സ്ഥിരതാമസമാക്കിക്കൂടെ? മിക്ക ദിവസം അവിടെ ആണല്ലോ. ഇടയ്ക്ക് പോസ്റ്റ് ഓഫീസിൽ ചെല്ലാറുണ്ട് വസുമതി അമ്മ. കവിതേച്ചിയെ പരിചയമുണ്ട്. അത് കാരണം സംശയമൊന്നുമില്ല. എന്നാലും അവർ നീരസം മറച്ചു വെച്ചില്ല. ചേച്ചിയുടെ ഹസ്ബൻഡിന് സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതിന് ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചതാ. ചെല്ല്. ഞാനെന്ത് പറയാനാ? ഇയാൾ പ്രായപൂർത്തിയായ സ്ത്രീയാണ്. വിവരവും ലോകപരിചയവുമുണ്ട്. നല്ലതേത് ചീത്തയേത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവുമുണ്ട്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കവിതേച്ചി അല്ലാതെ ബന്ധുക്കളായി എനിക്ക് ആരുമില്ല മാഡം. അതിൻ്റെ ദുഃഖം മാഡത്തിന് മനസ്സിലാക്കാൻ കഴിയില്ല. മാഡത്തിന് എല്ലാവരും ഉണ്ടല്ലോ. ഹൃദയത്തിൽ തട്ടിയാണ് ശ്രീജ പറഞ്ഞത്. വസുമതിയുടെ മനസ്സിലെവിടെയോ ചെന്ന് ആ വാക്കുകൾ സ്പർശിച്ചു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, താൻ ചെല്ല്, വൈകണ്ട. അവർ അനുവാദം കൊടുത്തു. ഹോസ്റ്റലിൽ നിന്നിറങ്ങി ഒരു ഓട്ടോ പിടിച്ച് അവൾ പ്രസാദിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ സമയം 6 മണിയായിരുന്നു. ടൗണിലെ കടകളിൽ വൈദ്യുത ദീപങ്ങൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ശ്രീജ ചെന്നപ്പോൾ വീടിൻ്റെ മുൻവാതിൽ അടഞ്ഞു കിടക്കുന്നു. മെല്ലെ തള്ളി നോക്കിയപ്പോൾ അത് തുറന്നു. ഉള്ളിൽ നിന്ന് പൂട്ടിയിരുന്നില്ല. അവൾ നേരെ പ്രസാദിൻ്റെ മുറിയിലേക്ക് ചെന്നു. മൂടി പൊതിച്ച് കിടക്കുകയായിരുന്നു അയാൾ. പ്രസാദേട്ടാ, അവൾ വിളിച്ചു. അയാൾ സാവധാനം കണ്ണു തുറന്നു നോക്കി. അവളെ കണ്ട് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ശ്രീജ എന്തിനാ വന്നേ? ക്ഷീണിതമായ സ്വരത്തിൽ അയാൾ ചോദിച്ചു. കവിതേച്ചി വിളിച്ചു പറഞ്ഞു, പ്രസാദേട്ടൻ പനിയായി കിടപ്പാണ്, ഇങ്ങോട്ട് വരണമെന്ന്. ഇത്ര വയ്യായിരുന്നെങ്കിൽ എന്നെയൊന്ന് വിളിക്കാൻ വയ്യായിരുന്നോ? സങ്കടത്തോടെ അവൾ ചോദിച്ചു. എനിക്കങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, നിസ്സാര മട്ടിൽ അയാൾ പറഞ്ഞു. അവൾ അയാളുടെ നെറ്റിയിൽ കൈത്തലം വെച്ച് നോക്കി.
പൊള്ളുന്ന ചൂട്. അവൾ ഭയന്നു പോയി. കൊള്ളാം, ഇതാണോ കുഴപ്പമില്ലെന്ന് പറഞ്ഞത്? എൻ്റെ കൈ പൊള്ളി. എന്തൊരു ചൂടാ ദൈവമേ ഇത്! അവൾ അപ്പോൾ തന്നെ മൊബൈലെടുത്ത് കവിതയെ വിളിച്ചു. നല്ല പനിയുണ്ട് ചേച്ചി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. ചേച്ചിയുടെ ഓഫീസിലെ ആരെങ്കിലും സഹായത്തിന് കിട്ടുമോ? പനി മാത്രമേ ഉള്ളെങ്കിൽ സാരമില്ല. നീ ഒരു കാര്യം ചെയ്യ് ശ്രീജയ്, പോസ്റ്റ് ഓഫീസിൻ്റെ എതിർവശത്ത് ഒരു കരുണ ക്ലിനിക്കില്ലേ, അവിടെ ചെന്ന് അരവിന്ദൻ ഡോക്ടറോട് വിവരം പറ. എന്നെ അറിയാം, ഡോക്ടർക്ക് സൗകര്യമുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് നോക്കും. എങ്കിൽ ഇപ്പം തന്നെ ഞാൻ ചെന്ന് വിവരം പറയാം. ശ്രീജ കോൾ കട്ട് ചെയ്തു. കവിതയുടെ സ്കൂട്ടറിൻ്റെ ചാവിയുമായി അവൾ മുൻവാതിൽ തുറന്ന് വെളിയിലിറങ്ങി. വാതിൽ വെളിയിൽ നിന്ന് പൂട്ടിയിട്ട് അവൾ സ്കൂട്ടറിൽ കരുണ ക്ലിനിക്കിലേക്ക് പോയി. ഡോക്ടറെ കൂടാതെ 2 നഴ്സുമാരും ഒരു ഫാർമസിസ്റ്റ് മാത്രമുള്ള ക്ലിനിക്കായിരുന്നു അത്. അവൾ ചെന്നപ്പോൾ ഒരു രോഗിയെ പരിശോധിക്കുകയായിരുന്നു ഡോക്ടർ. 2 പേർ കാത്തിരിക്കുന്നു. തൻ്റെ ഊഴം കാത്ത ശ്രീജ വെളിയിൽ അക്ഷമയോടെ ഇരുന്നു. ഒടുവിൽ അവൾ വിളിക്കപ്പെട്ടപ്പോൾ അകത്തേക്ക് കയറി ചെന്നു. ഇരിക്കൂ, ഡോക്ടർ പറഞ്ഞു. എനിക്കല്ല ഡോക്ടർ അസുഖം. പോസ്റ്റ് ഓഫീസിലെ കവിതേച്ചിയെ ഡോക്ടർ അറിയുമല്ലോ. ചേച്ചിയുടെ ഹസ്ബൻഡ് വീട്ടിൽ പനിച്ചു കിടക്കുകയാണ്. വീട്ടിൽ ചേച്ചിയില്ല. പ്രസാദ് സാറിൻ്റെ കാര്യമാണോ അയാൾ പറയുന്നത്? ഡോക്ടർക്ക് പെട്ടെന്ന് ആളിനെ മനസ്സിലായി. അതെ, ചേച്ചി നാട്ടിൽ പോയിട്ട് 3-4 ദിവസമായി. ഹോട്ടലിൽ നിന്നാണ് പ്രസാദേട്ടന് ഇപ്പോൾ ഭക്ഷണം. വയറിന് സുഖമില്ല, പനിയുമായി. അറിയാവുന്ന കാര്യങ്ങളെല്ലാം അവൾ ഡോക്ടറോട് പറഞ്ഞു. അദ്ദേഹം എല്ലാം ശ്രദ്ധിച്ചു കേട്ടു. ലാബ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാലേ എന്ത് തരം ഇൻഫെക്ഷനാണെന്ന് അറിയാൻ പറ്റൂ. എന്തായാലും ഞാൻ 6 നേരത്തേക്ക് മരുന്ന് തരാം. ആശ്വാസമില്ലെങ്കിൽ നാളെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ശരി ഡോക്ടർ. 3 തരം ടാബ്ലറ്റുകൾ കിട്ടി. കട്ടിയാഹാരം കൊടുക്കണ്ട, കഞ്ഞിയോ കരിക്കും വെള്ളമോ കൊടുത്താൽ മതി. അവൾ തലകുലുക്കി. വീട്ടിൽ വന്ന് കഞ്ഞിയുണ്ടാക്കാൻ അരി അടപ്പത്തിട്ടിട്ടാണ് അവൾ കവിതയെ വിളിച്ചത്. അവൾ കവിതയോട് വിവരങ്ങൾ പറഞ്ഞു. നീ അവിടെയുള്ളത് വലിയ ആശ്വാസമായി മോളെ, അല്ലെങ്കിൽ മനസ്സമാധാനത്തോടെ എനിക്കിവിടെ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ചേച്ചി നാളെ വരുമോ? നാളെ വൈകുന്നേരം വണ്ടി കയറും. മറ്റന്നാൾ രാവിലെ അവിടെ എത്തും. നീ വീട്ടിൽ തന്നെ കാണണേ. ശരി ചേച്ചി. ഫോൺ വെച്ചിട്ട് ശ്രീജ ചെന്ന് പ്രസാദിനെ നോക്കി. മയക്കത്തിലായിരുന്നു അയാൾ. മുടി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു. കവിളിൽ കുറ്റിരോമം വളർന്നിരിക്കുന്നു. പ്രസാദേട്ടാ, അവൾ മെല്ലെ വിളിച്ചു. അയാൾ കണ്ണു തുറന്നു. ഞാൻ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. അത് കഴിക്കണം. നാളെ ആകുമ്പോഴേക്ക് പനി കുറയും. മരുന്ന് അവിടെ വെച്ചിട്ട് നീ ഹോസ്റ്റലിലേക്ക് പോ. ഈ അവസ്ഥയിൽ പ്രസാദേട്ടനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തില്ല. അവൾ ഉറച്ചു നിന്നു. എനിക്ക് ചെറിയ പനിയുണ്ട്, അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. മരുന്ന് ഞാൻ എടുത്ത് കഴിച്ചോളാം. നാളത്തേക്ക് പനി മാറും. എഴുന്നേൽക്ക് പോലും വയ്യാതെ കിടക്കുമല്ലേ. ഇത്തിരി വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ ആരെടുത്ത് തരും? അതിന് അയാൾക്ക് മറുപടിയില്ലായിരുന്നു. കഞ്ഞി വന്നപ്പോൾ ശ്രീജ കുറേ എടുത്ത് തണുക്കാൻ വെച്ചു. ചുട്ടരച്ച തേങ്ങ ചമ്മന്തി പ്രസാദേട്ടന് വലിയ ഇഷ്ടമാണല്ലോ. അവൾ പെട്ടെന്നൊരു ചമ്മന്തി ഉണ്ടാക്കി. എഴുന്നേൽക്ക് പ്രസാദേട്ടാ, കഞ്ഞി കുടിച്ചിട്ട് മരുന്ന് കഴിക്കണം, അവൾ ചെന്ന് പറഞ്ഞു. എഴുന്നേറ്റിരുന്നെങ്കിലും ക്ഷീണം കാരണം അയാൾക്ക് ഊണ് മുറി വരെ കിടക്കാനുള്ള ആരോഗ്യമില്ലായിരുന്നു. കഞ്ഞിയെടുത്ത് കിടപ്പുമുറിയിലെ മേശപ്പുറത്ത് കൊണ്ടുചെന്ന് വച്ചു കൊടുത്തു അവൾ. അയാൾ അത് കുറേ കുടിച്ചു. ടാബ്ലറ്റുകളും കൊടുത്ത് കിടത്തി പുതപ്പിച്ചിട്ടാണ് ശ്രീജ അവളുടെ മുറിയിലേക്ക് പോയത്. രാത്രിയിൽ ഉണർന്നപ്പോഴൊക്കെ അവൾ ചെന്ന് അയാളെ നോക്കി. നല്ല ഉറക്കമായിരുന്നു അയാൾ. പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്ക് പ്രസാദിൻ്റെ പനി ഇറങ്ങി. ഇനി നീ പോയിക്കോ, സ്കൂളിൽ പോകണ്ടേ? ഇന്ന് ഞാൻ ലീവാണ്. നാളെ കവിതച്ച് വരുമല്ലോ, എന്നിട്ടേ പോകുന്നുള്ളൂ. പ്രസാദിന് അന്ന് ഓഫീസിൽ പോകാൻ കഴിയുമായിരുന്നില്ല. അയാൾ വീട്ടിലിരുന്ന് വിശ്രമിച്ചു. ശ്രീജ അയാൾക്ക് യഥാസമയത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. വൈകുന്നേരം അമ്മയ്ക്കുള്ള ഭക്ഷണമായി സുമ വന്നു. ട്രെയിനിൽ വെച്ച് കവിതയ്ക്ക് കഴിക്കാൻ ചപ്പാത്തിയും പൊതിഞ്ഞു വന്നിരുന്നു അവൾ. രാത്രി 7:30 കവിതയ്ക്ക് പോകാനുള്ള ട്രെയിൻ. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. ഇന്ന് തന്നെ പോണോ കവിത നിനക്ക്? സുമ ചോദിച്ചു. പോണം ചേച്ചി, ഒരാഴ്ചയായില്ലേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. തന്നെയുമല്ല, പ്രസാദേട്ടന് സുഖമില്ലാതെ കിടക്കുമല്ലേ. അതിന് അവൻ്റെ കാര്യം നോക്കാൻ ആ കുട്ടിയില്ലേ. നീ പോയാൽ ഞാൻ വിഷമത്തിലാകും. രാത്രിയിൽ ഇവിടെ അമ്മയ്ക്ക് കൂട്ടുവന്ന് കിടക്കാതിരിക്കാൻ പറ്റുമോ? വീട്ടിൽ പിള്ളേർ മാത്രം. നീ പ്രസാദിനെ ഒന്ന് വിളിച്ചു നോക്കുമോളെ. പനി കുറവുണ്ടെങ്കിൽ നിനക്ക് 2 ദിവസം കൂടി കഴിഞ്ഞ് പോയാൽ മതിയല്ലോ, സരോജിനിയമ്മ പറഞ്ഞു. കവിത ഒന്ന് സംശയിച്ചു. പിന്നെ മൊബൈലെടുത്ത് പ്രസാദിനെ വിളിച്ചു. ഹലോ. അയാൾ കോളെടുത്തു. പനി എങ്ങനെ ഇരിക്കുന്ന പ്രസാദേട്ടാ? നല്ല കുറവുണ്ട്. അരവിന്ദൻ ഡോക്ടറുടെ മരുന്ന് ഫലിച്ചു. നാളെ ഞാൻ ഓഫീസിൽ പോകുന്നുണ്ട്. അത് കേട്ടപ്പോൾ കവിതയ്ക്ക് സമാധാനം തോന്നി. ശ്രീജയുണ്ടോ അവിടെ? ഉണ്ട്. പോകാൻ പറഞ്ഞിട്ടും അവൾ പോകുന്നില്ല. നീ വന്നിട്ടേ പോകുന്നുള്ളൂ എന്ന്. നാളെ പ്രസാദേട്ട ഓഫീസിൽ പോകുമോ? പോകണം. അവിടെ ഞാനില്ലാതെ പറ്റത്തില്ല. തന്നെയുമല്ല, എനിക്കിപ്പോൾ നല്ല സുഖമുണ്ട്. ഇവിടെ അമ്മയും ചേച്ചിയും ചോദിക്കുന്നു എനിക്കിന്ന് പോകണോ എന്ന്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവിടുത്തെ സാഹചര്യം അനുസരിച്ച് നീ തീരുമാനമെടുക്കുക. 2 ദിവസം കൂടി കഴിഞ്ഞ് ഞാൻ വന്നാൽ മതിയോ? മതി. ശരി പ്രസാദേട്ടാ. അവൾ കോൾ കട്ട് ചെയ്തു. ഞാനിന്ന് പോകുന്നില്ല. കവിത പറഞ്ഞത് കേട്ട് സരോജിനി അമ്മയും സുമയും സന്തോഷിച്ചു. എന്തായാലും ആ ശ്രീജയുള്ളത് നിനക്കൊരു ആശ്വാസമായി അല്ലേ? സുമ ചോദിച്ചു. അതെ ചേച്ചി, പാവം പെണ്ണ. പ്രസാദേട്ടനും എനിക്കും അവൾ സ്വന്തം അനിയത്തി പോലെ. അവൾക്കോ അങ്ങനെ തന്നെ. ഇനി ഞങ്ങൾ അവളുടെ കല്യാണം നടത്തി കൊടുക്കും. നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലിരിക്കണേ, സരോജിനി അമ്മ ഓർമ്മിപ്പിച്ചു. എന്ത് കാര്യമാ അമ്മേ? സുമയ്ക്ക് മനസ്സിലായില്ല. നമ്മുടെ പുത്തമ്പുരയ്ക്കിലെ ജഗതിച്ചിട്ടയുടെ മോന് ഇലക്ട്രിസിറ്റി ബോർഡിലല്ലോ ജോലി. ശ്രീജയെ കണ്ണന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ എന്ന് അമ്മ പറഞ്ഞു.
അതും നേരാ, അവനും ആ കുട്ടിയെ നല്ല ചേർച്ചയായിരിക്കും. അവനവിടെ കാഷ്യറല്ലോ, ആ കുട്ടി ടീച്ചറും. അവനെ ഇഷ്ടപ്പെടും മോളെ. സുമയും പിന്താങ്ങി. എന്തായാലും അവൻ്റെ ഗ്രഹനില മേടിച്ചോണ്ടേ ഞാൻ പോകുന്നുള്ളൂ. അവർ അല്പനേരം സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് സുമ വീട്ടിലേക്ക് പോയി. രാത്രിയിൽ കവിത ഭക്ഷണം കഴിച്ചിട്ട് ശ്രീജയെ വിളിച്ചു. ഞാനിന്ന് വരുന്നില്ല മോളെ, പ്രസാദേട്ടൻ പറഞ്ഞില്ലേ? പറഞ്ഞു. പ്രസാദേട്ടൻ നാളെ ഓഫീസിലേക്ക് പോകുമല്ലോ. എങ്കിൽ പിന്നെ ഞാൻ ഉടനെ വരേണ്ട കാര്യമില്ലല്ലോ. തന്നെയുമല്ല, ഞാനിവിടെ ഇല്ലാതെ ശരിയാകത്തുമില്ല. നീ നാളെ രാവിലെ ഹോസ്റ്റലിലേക്ക് പോയിക്കോ. ഇനി ലീവ് എടുക്കണ്ട കേട്ടോ. ശരി ചേച്ചി, എങ്കിൽ നാളെ ഞാൻ വിളിക്കാം. പിറ്റേന്ന് സുമ പോയി ജഗദീഷ് ചിറ്റയെ കണ്ട് മകൻ കണ്ണൻ്റെ ഗ്രഹനില വാങ്ങിക്കൊണ്ടുവന്ന് കവിതയെ ഏൽപ്പിച്ചു. ടീച്ചറാണെന്ന് പറഞ്ഞപ്പോൾ ചിറ്റയ്ക്ക് വലിയ സന്തോഷം. തന്നെയുമല്ല, നിനക്ക് നേരിട്ടറിയാവുന്ന കുട്ടിയല്ലേ. അവർ ഉടൻ തന്നെ പെണ്ണ് കാണാൻ വന്നേക്കും. വരട്ടെ ചേച്ചി, നമുക്ക് നല്ല നിലയിൽ കല്യാണം നടത്താം, കവിത പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ സരോജിനി അമ്മയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. പിറ്റേന്ന് തന്നെ കവിത തിരിച്ചു പോന്നു. ഞായറാഴ്ച രാവിലെ അവൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുമ്പോൾ പ്രസാദ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പഞ്ഞി വന്നതിൻ്റെ ക്ഷീണമുണ്ടായിരുന്നു അയാൾക്ക്. സാരമില്ല, ഒരാഴ്ച കൊണ്ട് പ്രസാദേട്ടനെ പഴയപടിയാക്കും ഞാൻ, അവൾ പറഞ്ഞു. അയാളൊന്നും പറഞ്ഞില്ല. ശ്രീജ വരാറുണ്ടോ? കാറിലിരിക്കുമ്പോൾ കവിത ചോദിച്ചു. ഞാൻ പറഞ്ഞു വരണ്ടാന്ന്. എന്തിനാ അവളെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇനി അവൾ നമ്മുടെ ബന്ധുവാകാൻ പോവുക. ബന്ധുവോ? അയാൾക്ക് മനസ്സിലായില്ല. കണ്ണൻ്റെ കല്യാണാലോചനയുടെ കാര്യം കവിത അയാളോട് സൂചിപ്പിച്ചു. അവൾക്ക് അവൻ ഇഷ്ടപ്പെടുമോ? അയാൾ ചോദിച്ചു. കണ്ണനെ പ്രസാദേട്ടൻ കണ്ടിട്ടില്ലല്ലോ. നല്ല പയ്യനാ, അവൾക്ക് നല്ല ചേർച്ചയായിരിക്കും. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ശ്രീജയെ അവൾ കണ്ടത്. അപ്പോൾ കണ്ണൻ്റെ കാര്യം സൂചിപ്പിച്ചു. ഉടനെ എനിക്ക് കല്യാണം വേണ്ട ചേച്ചി. അതെന്താ? എൻ്റെ മനസ്സിലെ വേദന ഇതുവരെ മാറിയിട്ടില്ല. അതൊക്കെ മാറും. കാലം മാറ്റാത്ത ഒന്നുമില്ല മോളെ. എന്നാലും ശരി, കുറച്ച് ദിവസം കൂടി കഴിയട്ടെ. അവനൊന്ന് വരാൻ പറയാം. കാണുമ്പോൾ നിനക്ക് കണ്ണൻ ഇഷ്ടപ്പെടും. പിന്നീട് ശ്രീജ കഴിയുന്നതും കവിതയുടെ വീട്ടിലേക്ക് പോകാതിരിക്കാൻ ശ്രമിച്ചു. 2 കാര്യങ്ങളാണ് അവളെ പിന്നിലേക്ക് വലിച്ചത്. 1 കല്യാണാലോചന, 2 പ്രസാദേട്ടൻ. പ്രസാദിന് ശ്രീജയെ അഭിമുഖീകരിക്കാൻ മടിയായിരുന്നു. അവൾക്കത് മനസ്സിലായിട്ടുണ്ട്. കുറ്റബോധം അയാളെ എപ്പോഴും വേട്ടയാടുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി. ഉടനെ ഒരു കല്യാണത്തിനും അവൾക്ക് താല്പര്യമില്ലായിരുന്നു. ഹേമന്തിനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയതുമില്ല. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. ഒരു ദിവസം അവൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ വന്ദന മുറിയിലുണ്ട്. അവൾ കിടക്കുകയായിരുന്നു. എന്തുപറ്റി? ഞാനിന്ന് ഉച്ചകഴിഞ്ഞ് ലീവ് എടുത്തു. വയറുവേദന സഹിക്കാൻ വയ്യ. പീരീഡ്സ് തുടങ്ങുമ്പോൾ വന്ദനയ്ക്ക് കടുത്ത വയറുവേദന വരാറുണ്ട്. ശ്രീജ അറിയാതെ ഒന്ന് ഞെട്ടി. സാധാരണ എല്ലാ മാസത്തിലും അവൾക്ക് പീരീഡ്സ് വന്നതിന് ശേഷമാണ് വന്ദനയ്ക്ക് ഉണ്ടാകാറുള്ളത്. ആ ദിവസം കലണ്ടറിൽ കുറിച്ചിടാറുമുണ്ട്. അവൾ ചെന്ന് കലണ്ടറിൽ തലേമാസത്തെ അടയാളപ്പെടുത്തൽ നോക്കി. കഴിഞ്ഞ 12-ാം തീയതിയായിരുന്നു. ഈ മാസം ഇന്ന് 17. ഒരു മാസം കഴിഞ്ഞ് 5 ദിവസം. ശ്രീജയുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ഭയം ഇഴഞ്ഞിറങ്ങി. എന്താ ശ്രീജ, എന്തു പറ്റി? അവളുടെ മുഖഭാവം മാറിയത് കണ്ട് വന്ദന ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ. ശ്രീജ എന്ത് പറയണമെന്നറിയാതെ പരിങ്ങി. ഞാൻ കലണ്ടറിൽ നോക്കി. ഈ മാസം തനിക്ക് ഇതുവരെ വന്നില്ലേ? അത് കഴിഞ്ഞാണല്ലോ എനിക്ക് വരാറുള്ളത്. ഞാൻ കവിതേച്ചിയുടെ വീട്ടിൽ പോയ നേരത്തായിരുന്നു കഴിഞ്ഞ തവണ. അതുകൊണ്ട് ഇത്തവണ ലേറ്റാകും. വന്ദന അത് വിശ്വസിച്ചെന്ന് അവൾക്ക് തോന്നി. കാരണം അതേക്കുറിച്ച് പിന്നെ സംസാരമുണ്ടായില്ല. പക്ഷേ ശ്രീജയുടെ ഉള്ളിലിരുന്ന് ഒരു നെരിപ്പോട് നീറിപ്പുകയാൻ തുടങ്ങി. പീരീഡ്സ് സാധാരണ ഉണ്ടാകാറുള്ളത് 30 ദിവസം കഴിയുമ്പോഴാണ്. 1-2 ദിവസം മുന്നോട്ടോ പിന്നോട്ടോ ചില മാസങ്ങളിൽ വ്യത്യാസം വരാറുമുണ്ട്. താൻ ചായ കുടിച്ചോ? വന്ദന ചോദിച്ചു. ഇന്ന് സ്കൂളിൽ ഒരു ടീ പാർട്ടി ഉണ്ടായിരുന്നു, അവൾ നുണ പറഞ്ഞു. അല്ലെങ്കിൽ വന്ദനയോടൊപ്പം മെസ്സിലേക്ക് പോകേണ്ടി വരും. ചായ കുടിക്കാൻ പോകാനുള്ള മാനസികാവസ്ഥയില്ലായിരുന്നു. അവൾക്ക് ഒറ്റയ്ക്ക് അല്പനേരം ഇരിക്കണം. ചിന്തിക്കാനുണ്ട് ഒരുപാട്. എന്നാലും ഒരു ചായയും കൂടെ കുടിക്കാൻ വിടോ, വന്ദന നിർബന്ധിച്ചു. വേണ്ടാഞ്ഞിട്ടാ. വന്ദന പോയിട്ട് വാ. തലവേദന എടുക്കുന്നു. ചായ കുടിച്ചാൽ കുറച്ച് ആശ്വാസം കിട്ടിയേക്കും. വന്ദന മെസ്സിലേക്ക് പോയി. ശ്രീജയ്ക്ക് അപ്പോൾ പ്രസാദിനെക്കുറിച്ചാണ് ഓർമ്മ വന്നത്. പ്രസാദേട്ടനെ വിളിച്ച് ഇക്കാര്യം പറയണോ? അയ്യോ വേണ്ട. എന്തിനാണ് ആ പാവത്തിനെ വെറുതെ പേടിപ്പിക്കുന്നത്? ചിലപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലായിരിക്കും. നാളെയോ മറ്റന്നാളോ. അവൾ ബെഡിലേക്ക് തളർച്ചയോടെ കിടന്നു. പെട്ടെന്ന് മൊബൈൽ ബെല്ലടിച്ചു. കൈനീട്ടി ഫോൺ എടുത്ത് നോക്കി. കവിതച്ച് വിളിക്കുന്നു. എടുക്കണോ? അവൾക്ക് എന്തുകൊണ്ടോ പേടി തോന്നി. ഹലോ ചേച്ചി. എങ്കിലും അവൾ കോൾ എടുത്തു. എന്താ, നിനക്ക് സുഖമില്ലേ? കവിത പെട്ടെന്ന് ചോദിച്ചു. അസുഖമൊന്നുമില്ല. പക്ഷെ നിൻ്റെ സ്വരത്തിൽ സന്തോഷമില്ലല്ലോ. എപ്പോഴും നീ ഉഷാറായിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഇന്നെന്ത് പറ്റി? ചെറിയ തലവേദന. കിടക്കുമായിരുന്നു ഞാൻ. ബാം വല്ലതും പുരട്ടി നോക്കാൻ വയ്യായിരുന്നോ? കയ്യിലുണ്ടായിരുന്നത് പുരട്ടി. കുറച്ച് കഴിയുമ്പം കുറയുമായിരിക്കും. നീ എന്താ മോളെ ഇപ്പം ഇങ്ങോട്ടൊന്നും വരാത്തത്? മുമ്പ് ദിവസവും നീ ഇവിടെ വന്നിട്ടേ പോകുമായിരുന്നുള്ളല്ലോ. സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈയിടെയായി ലേറ്റാകും ചേച്ചി. എന്തെങ്കിലും മീറ്റിംഗ് എന്നും കാണും. അത് കഴിയുമ്പോൾ ചെന്ന് കിടക്കാനേ തോന്നും. അത്രയ്ക്ക് ക്ഷീണമായിരിക്കും, അവൾ നുണ പറഞ്ഞു. എന്നാൽ പിന്നെ ഇങ്ങോട്ട് വന്നുകൂടെ? ഇവിടെ കിടക്കാമല്ലോ. ഹോസ്റ്റലിലെ ഫുഡ് ഒരു വകയാ, എനിക്കറിയാം. ഇവിടെ നിനക്ക് നല്ല ചോറും കറിയും കാണും. നാളെ വരണേ? അവൾ വെറുതെ മൂളി. പ്രസാദേട്ടൻ പനിയടിച്ച് കിടന്ന പിന്നെ വലിയ ക്ഷീണമായിരുന്നു. അതൊക്കെ ഞാൻ ഒരുവിധം മാറ്റിയെടുത്തു. പ്രസാദേട്ടനെ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ എന്ന് അവൾ ഓർത്തു. ഇനി കാണണ്ട. കാണാതിരിക്കുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത്. മുഖത്തെ കുറ്റബോധം കാണുമ്പോൾ സങ്കടം തോന്നും.
എന്നിട്ടും പ്രസാദേട്ടന് പഴയ ഉന്മേഷം വന്നിട്ടില്ല. എന്താ കാരണമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അവനെക്കുറിച്ച് ഓർത്തായിരിക്കും അവൻ എന്ന് പറഞ്ഞത് ഹേമന്തിൻ്റെ കാര്യമായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. സ്വന്തം അനിയനെ പോലെ സ്നേഹിച്ചതല്ലേ. എന്നിട്ട് അവനെന്താ ചെയ്തത്? നിന്നെ വഞ്ചിച്ചില്ലേ? നിന്നെ മാത്രമോ? വേറൊരു പെണ്ണിനെ ചതിച്ച് ഗർഭിണിയാക്കിയിട്ട് മുങ്ങിയിരിക്കുന്നു. അവളുടെ ശാപം എന്തായാലും അവന് കിട്ടും. ശ്രീജ മിണ്ടിയില്ല. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ പ്രസാദേട്ടനാണെന്ന് കവിതച്ചി അറിയുമ്പോൾ തന്നെയും ശപിക്കുമോ? ആ ഓർമ്മയിൽ അവൾ ഞെട്ടി. ഇല്ല, പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ചിലപ്പോൾ നാളെ തന്നെ ആ പെണ്ണിൻ്റെ ചേച്ചി പ്രസാദേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഏതോ ഹോസ്പിറ്റലിൽ പോയി അബോർഷൻ നടത്തിയെന്ന്. അല്ലാതെ വേറെന്താ മാർഗം? ഒരു പക്ഷേ തനിക്കും ഇതുപോലെ. ഈശ്വര, എങ്കിൽ ഞാൻ മരിക്കും. സാരിത്തുമ്പിലോ ഒരു കുപ്പി വിഷത്തിലോ. അവൻ നിന്നെ വിളിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? കവിത ചോദിച്ചു. ഇല്ല, എങ്ങനെ വിളിക്കും? അതിനുള്ള ധൈര്യമൊന്നും കാണത്തില്ല. എവിടെയായിരിക്കും ഇപ്പോൾ അയാൾ? എന്തായാലും നാട് വിട്ട് കാണും. പക്ഷേ വീട്ടിൽ അച്ഛനും അമ്മയുമായി ബന്ധപ്പെടാതിരിക്കുമോ? മോളെ വെക്കുക. നാളെ സ്കൂൾ വിട്ടിട്ട് ഇതിലെ വരണേ. വരാൻ ചേച്ചി. എങ്കിൽ വെക്കട്ടെ. കവിത കോൾ കട്ട് ചെയ്തപ്പോൾ ശ്രീജ മൊബൈൽ ബെഡിലേക്ക് വെച്ചു. തലവേദനയാണെന്ന് കവിതേച്ചിയുടെ നുണയാണ് പറഞ്ഞതെങ്കിലും അവളുടെ തല അപ്പോൾ വേദനിച്ചു തുടങ്ങി. ബാഗിൽ ടൈഗർ ബാം ഉണ്ടായിരുന്നു. അവൾ അതെടുത്ത് നെറ്റിയുടെ ഇരുവശത്തും പുരട്ടി. പിന്നെ കണ്ണുകൾ അടച്ചു കിടന്നു. പ്രസാദ് അന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 6:30 അപ്പോഴേക്ക് മറ്റ് സ്റ്റാഫ് എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ എന്നും വൈകിയാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങാറുള്ളത്. അതിനൊരു പ്രധാന കാരണം ശ്രീജയെ കാണുന്നതിൽ നിന്ന് ഒഴിവാക്കുക എന്നതായിരുന്നു. സ്കൂൾ വിട്ട് അവൾ ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരുമായിരുന്നു. അങ്ങനെ വന്നാൽ 6 മണിയാകുമ്പോൾ അവൾ ഹോസ്റ്റലിലേക്ക് പോകും. പക്ഷേ ഈയിടെയായി അവൾ വരാറില്ലെന്ന് കവിതയുടെ പരാതി പറച്ചിൽ നിന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രസാദ് വീട്ടിൽ ചെന്നപ്പോൾ കവിത നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് അവൾ മുടി ഉണങ്ങാനായി വിതർത്തിട്ടിരുന്നു. മുടിത്തുമ്പിൽ തുളസിക്കതിർ, നെറ്റിയിൽ ഭസ്മക്കുറി. ടൗണിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായെങ്കിലും ഗ്രാമത്തിലെ വീട്ടിൽ ശീലിച്ചതൊന്നും അവൾ മറന്നിട്ടില്ല. ചായ എടുക്കട്ടെ പ്രസാദേട്ടാ? നല്ല ക്ഷീണമുണ്ടായിരുന്നു അയാൾക്ക്. ബെഡ്റൂമിൽ ചെന്ന് പാൻസും ഷർട്ടും മാറ്റിയിട്ട് അയാൾ ഒരു മുണ്ടെടുത്തെടുത്തു. പിന്നെ മുൻവശത്തെ മുറിയിലേക്ക് വന്നു. കവിത ഒരു പ്ലേറ്റിൽ ഉണ്ണിയപ്പവുമായി വന്നു. ഇത് കഴിക്ക്, അപ്പോഴേക്ക് ചായ കൊണ്ടുവരാം. വാങ്ങിയതാ? ഉണ്ടാക്കിയാൽ നമ്മൾ രണ്ടുപേരും കൂടി തിന്നു തീർക്കാൻ ഒരാഴ്ചയെടുക്കും. അപ്പോഴേക്ക് അത് ചീത്തയാവുകയും ചെയ്യും. ബേക്കറിയിൽ നിന്ന് വാങ്ങിയതാണോ? ഉണ്ണിയപ്പം അയാൾക്ക് വലിയ ഇഷ്ടമാണെന്ന് അവൾക്കറിയാം. കവിത വീണ്ടും അടുക്കളയിലേക്ക് പോയി. അയാളൊരു ഉണ്ണിയപ്പം എടുത്ത് തിന്നു. പുതിയതാണെന്ന് തോന്നി. പെട്ടെന്ന് തന്നെ കവിത 2 ഗ്ലാസ് ചായയുമായി വന്നു. ഒന്ന് പ്രസാദിന് കൊടുത്തു. എന്താ ഇപ്പം പ്രസാദേട്ടൻ വരാൻ ലേറ്റാവുന്നേ? എതിർവശത്തെ സെറ്റിൽ ഇരുന്നുകൊണ്ട് അവൾ ചോദിച്ചു. ഇന്നലെ സോണൽ മാനേജർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാസം ബിസിനസ് വളരെ കുറവാണ്. കഴിഞ്ഞ മാസത്തേതിലും 20-25% കുറവ്. എന്തുപറ്റി? അവനാണ് കാരണക്കാരൻ. ഹേമന്തോ? അതെ. അതെങ്ങനാ? അവൻ പോയിട്ടിപ്പോൾ 1 മാസമായില്ലേ? കവിതയ്ക്ക് മനസ്സിലായില്ല. അവൻ പോയതാണ് കാരണം. മിടുക്കനായിരുന്നു അവൻ. ബിസിനസ് പിടിക്കാൻ സമർത്ഥൻ. കസ്റ്റമേഴ്സിനെ വാചകമടിച്ച് കയ്യിലെടുക്കാൻ അവന് നന്നായിട്ട് അറിയാമായിരുന്നു. ഇപ്പോഴുള്ള സെയിൽസ് എക്സിക്യൂട്ടീവുകൾ അത്ര പോരാ. പക്ഷേ അവൻ പോയത് നന്നായെന്നാണ് എൻ്റെ തോന്നൽ. അവനെപ്പോലുള്ള ഒരു ഫ്രോഡിനെ വച്ച് പൊറിപ്പിക്കാൻ പാടില്ല പ്രസാദേട്ടൻ്റെ കമ്പനിയിൽ. നീ പറഞ്ഞത് ശരിയാ. പക്ഷേ നഷ്ടം കമ്പനിക്കാ അവൻ പോയതുകൊണ്ട്. പകരം ആളിനെ കിട്ടില്ലേ? 2-3 പേരെ ഇൻ്റർവ്യൂ ചെയ്തു. അതിൽ ആരെയെങ്കിലും സെലക്ട് ചെയ്യണം. പക്ഷേ ആരും അവൻ്റെ അത്ര വരില്ല. പ്രസാദ് ചായ എടുത്ത് കുടിച്ചു. ശ്രീജയ്ക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ട്, കവിത പറഞ്ഞു. ചോദ്യഭാവത്തിൽ അയാൾ അവളെ നോക്കി. ഇന്ന് ഞാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. തലവേദനയാണെന്ന് പറഞ്ഞ് കിടക്കുമായിരുന്നു. അയാളൊന്നും മിണ്ടിയില്ല. അവളിപ്പോൾ ഇങ്ങോട്ട് വരാറേ ഇല്ലല്ലോ. നമ്മളെ ഫേസ് ചെയ്യാൻ മടിയുണ്ട്. നമ്മൾ അവളെ ആശ്വസിപ്പിക്കുമെന്ന പേടി കാണും. അവളെ കണ്ടാൽ ഞാൻ അവൻ്റെ കാര്യം മിണ്ടത്തേയില്ല, കവിത പറഞ്ഞു. അവൾക്ക് താല്പര്യമില്ലെങ്കിൽ നീ എന്തിനാ കവിതയെ നിർബന്ധിക്കുന്നത്? വന്ന് നമ്മളുമായിട്ട് കുറേ സംസാരിച്ചു കഴിഞ്ഞാൽ അവളുടെ വിഷമം മാറും പ്രസാദേട്ടാ. അവൾ നോർമലാകും. അതുകൊണ്ടാണ് ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ കഴിയുന്നതും വൈകി വേണം വരാൻ. അവൾ വന്നിട്ട് പോയി കഴിഞ്ഞു. അവളുടെ കണ്ണുകളിലെ ദയനീയത കാണുമ്പോൾ മനസ്സ് അറിയാതെ വിങ്ങും. ഹേമന്തുമായി ശ്രീജ ഇത്രയധികം അടുക്കാൻ നമ്മളാണ് കാരണം. അവൻ നല്ലവനാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. 2 പേർക്കും ഇവിടെ വരാനും തമ്മിൽ കാണാനും നമ്മൾ സൗകര്യം ചെയ്തു കൊടുത്തു. നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ തന്നെ തിരുത്തണം പ്രസാദേട്ടാ. ഇനി എങ്ങനെ തെറ്റ് തിരുത്തുമെന്നാ അയാൾക്ക് മനസ്സിലായില്ല. നമ്മൾ അവളുടെ കല്യാണം നടത്തും. ജഗതച്ചേട്ടയുടെ മോൻ കണ്ണൻ. അവൾക്ക് നല്ല ചേർച്ചയായിരിക്കും. കല്യാണം കഴിഞ്ഞ് അവനിങ്ങോട്ട് ട്രാൻസ്ഫർ മേടിപ്പിക്കണം. എന്നിട്ട് അവരെ ഇവിടെ നമ്മുടെ കൂടെ താമസിപ്പിക്കണം. നിന്റെ ആഗ്രഹം നടക്കാമെന്നില്ല കവിതേ. അതെന്താ? അവർക്ക് വേറെ താമസിക്കുന്നതാണ് ഇഷ്ടമെങ്കിലോ? അതായിരിക്കും അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം. അതാ നല്ലതും. ഞാൻ വിചാരിച്ചത് അതല്ല പ്രസാദേട്ടാ. പിന്നെ അവർക്കൊരു കുഞ്ഞുണ്ടാകുമ്പം നമുക്കും കൂടി അതിനെ കൊഞ്ചിക്കാം, ലാളിക്കാം, വളർത്താം. അറിയാതെ കവിതയിലെ തൊണ്ടയിടറി. ഹൃദയത്തിലേക്ക് ഒരു കടാര കുത്തിയിറങ്ങിയതുപോലെയാണ് പ്രസാദിന് അപ്പോൾ അനുഭവപ്പെട്ടത്. പ്രസാദിൻ്റെ കണ്ണുകളിലെ വേദന പെട്ടെന്ന് കവിത കണ്ടു. അബദ്ധമാണ് താൻ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായി. പ്രസാദേട്ടാ, സോറി. ഒന്നും ഓർക്കാതെയാ ഞാൻ പറഞ്ഞത്. നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവത്തില്ലെന്ന് എനിക്ക് വിചാരമില്ല, അവൾ പെട്ടെന്ന് പറഞ്ഞു.
അതല്ല കവിതേ, യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നമ്മൾ എത്ര ഡോക്ടർമാരെ കണ്ടു, എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് എടുത്തു, എന്നിട്ടും നമുക്കിതുവരെ. അയാളുടെ ശബ്ദം നേർത്തുപോയി. കവിത എഴുന്നേറ്റ് ചെന്ന് അയാളുടെ ശരീരത്തിലേക്ക് ചേർന്നിരുന്നു. നമുക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഒരു ഡോക്ടറും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? സമയമായിട്ടില്ല, അതുമാത്രമാണ് കാരണം. എനിക്കറിയില്ല കവിതേ. ഇന്ന് തൊട്ട് ഒരു കൊല്ലത്തിനുള്ളിൽ നമുക്കൊരു കുഞ്ഞുണ്ടാകും, എൻ്റെ മനസ്സ് പറയുന്നു. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. പ്രസാദ് അവളെ ചേർത്ത് പിടിച്ചു. പിറ്റേന്ന് ഉച്ചയായപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ശ്രീജയെ കവിത വിളിച്ചു. എന്താ ചേച്ചി? അവളുടൻ ഫോൺ എടുത്തു. വരുമോ ഒന്ന് വീട്ടിലേക്ക്? കവിത ചോദിച്ചു. വരാം, മറക്കല്ലേ? ഇല്ല ചേച്ചി. കവിതയ്ക്ക് സമാധാനമായി. അവൾക്കോ ആരുമില്ല, തനിക്കും അടുത്ത ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല. ഒരു അനിയത്തിയുടെ സ്നേഹം അവളിൽ നിന്ന് കിട്ടുമെങ്കിൽ അത് ഭാഗ്യമല്ലേ. അല്പനേരം കഴിഞ്ഞപ്പോൾ പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് കവിതയുടെ മൊബൈലിലേക്ക് ഒരു വിളി വന്നു. ആദ്യം അതെടുക്കാൻ ഒന്ന് മടിച്ചെങ്കിലും എന്തിനു പേടിക്കണം എന്ന് ചിന്തിച്ചപ്പോൾ അവൾ ആൻസർ ബട്ടണിൽ വിരലമർത്തി. ഹലോ, കവിതേച്ചിയല്ലേ? ഒരു പുരുഷ സ്വരം ചോദിച്ചു. അതെ, ഞാൻ കണ്ണനാണ് ചേച്ചി, ജഗദ ചിറ്റമ്മയുടെ മോൻ. എൻ്റെ നമ്പർ നിനക്കാരുതെന്നോ? അത്ഭുതത്തോടെ അവൾ ചോദിച്ചു. സുമ ചേച്ചിയോട് ചോദിച്ചു മേടിച്ചതാ. ചേച്ചി ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, അതേക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പം വിളിച്ചേ. അമ്മയ്ക്ക് വലിയ നിർബന്ധം എൻ്റെ മാരേജ് എത്രയും വേഗം നടത്താൻ. ഞങ്ങൾ ആ കുട്ടിയെ കാണാൻ അങ്ങോട്ടൊന്ന് വരട്ടെ? അതിനെന്താ, വന്നോളൂ. എന്ന് വരണമെന്ന് ഞാൻ ശ്രീജയോട് ചോദിച്ചിട്ട് പറയാം മോനെ. ശ്രീജയെ ചേച്ചി കാണാറുണ്ടോ? ഇന്നവൾ ഞങ്ങളുടെ വീട്ടിൽ വരും. എന്താ കണ്ണാ, ചേച്ചി ഒരു ഹെൽപ്പ് ചെയ്യുമോ? എന്നെ കളിയാക്കുകയോ മരുത്. ശ്രീജയുടെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരാമോ വാട്സപ്പിൽ? ഈ നമ്പറിൽ അയച്ചാൽ മതി. അതിനെന്താ, ഇന്ന് തന്നെ ഞാൻ അയച്ചു തരാം. നീ പേടിക്കണ്ട, അവൾ കാണാൻ നല്ല സുന്ദരിയാണ്. പേടിയൊന്നുമില്ല ചേച്ചി. നിനക്ക് യോജിക്കാത്ത ഒരു പെണ്ണിനെ നിനക്ക് വേണ്ടി ഞാൻ ആലോചിക്കുമോ കണ്ണാ? പിന്നെ വേറെ എന്തുണ്ട് വിശേഷങ്ങൾ? ഒന്നുമില്ല ചേച്ചി, ഇടയ്ക്ക് ഞാൻ വിളിക്കാം. ബൈ. ഇന്ന് ശ്രീജ വരുമ്പോൾ 4-5 ഫോട്ടോ എടുക്കണം. അതിൽ നല്ല ഒരെണ്ണം കണ്ണനെ അയച്ചു കൊടുക്കണം. തൽക്കാലം അക്കാര്യം അവൾ അറിഞ്ഞാൽ സമ്മതിക്കില്ല. 4 മണി കഴിഞ്ഞപ്പോൾ ശ്രീജ പോസ്റ്റ് ഓഫീസിൽ വന്നു. കവിത അവൾക്ക് വീടിൻ്റെ താക്കോൽ കൊടുത്തുവിട്ടു. 5 മണിയായപ്പോൾ കവിത ഓഫീസിൽ നിന്നിറങ്ങി. പോകുന്ന വഴിയിൽ ബേക്കറിയിൽ നിന്ന് കട്ട്ലൈറ്റ് പാഴ്സലായി വാങ്ങി. പ്രസാദിന് കട്ട്ലൈറ്റ് ഇഷ്ടമാണ്. കവിത ചെന്നപ്പോൾ സെറ്റിയിൽ കിടക്കുകയായിരുന്നു ശ്രീജ. എന്താ മോളെ? പരിഭ്രമത്തോടെ അവൾ ചോദിച്ചു. ഒന്നുമില്ല ചേച്ചി, ഒരു ക്ഷീണം പോലെ. നിന്നെ കണ്ടിട്ട് ഒരു വിളർച്ചയുണ്ട്. ഹോസ്റ്റലിലെ ഫുഡ് തീരെ മോശമായോ? അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ഹോസ്റ്റൽ വിട്ടിട്ട് നീ ഇവിടെ വന്ന് താമസിക്കുക. ഒരു മാസത്തിനുള്ളിൽ നിന്നെ ഞാൻ പഴയ ശ്രീജയാക്കി മാറ്റിത്തരാം. അവളൊന്ന് ചിരിച്ചു. അത് ക്ഷീണിതമായ ഒരു ചിരിയായിരുന്നു. നീ ഇരിക്കെ, ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരാം. കവിത പെട്ടെന്ന് ചായ ഉണ്ടാക്കി ശ്രീജയും കൊണ്ട് ഊണുമുറിയിലേക്ക് ചെന്ന് രണ്ടുപേരും ചായ കുടിക്കാൻ തുടങ്ങി. കഴിക്ക്. കട്ട്ലൈറ്റ് ഒരു പ്ലേറ്റിലേക്ക് കവിത അവൾക്ക് കൊടുത്തു. ശ്രീജയ്ക്ക് ഒന്നും കഴിക്കാൻ തോന്നിയില്ല. പക്ഷേ കവിതയുടെ നിർബന്ധം കാരണം അവളൊരു കട്ട്ലൈറ്റ് എടുത്ത് കടിച്ചു. പെട്ടെന്നാണ് അവൾക്ക് മനപ്പുരട്ടി വന്നത്. അവൾ എഴുന്നേറ്റ് വാഷ് ബേസിൻ്റെ മുന്നിലേക്ക് ഓടി. കുനിഞ്ഞു നിന്ന് അവൾ വീണ്ടും ഛർദ്ദിച്ചു. ശ്രീജേ! കവിത വേഗം ചെന്ന് അവളുടെ പുറം തടവി കൊടുത്തു. ചേച്ചി! അവൾ കണ്ണീരോടെ കവിതയെ നോക്കി. എന്താ മോളെ? മനസ്സിലാവാതെ കവിത ചോദിച്ചു. ചേച്ചി, ഞാൻ കവിതയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. കവിത അമ്പരന്ന് അവളെ നോക്കി. ചേച്ചി, എനിക്ക് വയ്യ, കിടക്കണം, തളർച്ചയോടെ ശ്രീജ പറഞ്ഞു. അവളുടെ ശരീരം ബലഹീനമാകുന്നത് പോലെ കവിതയ്ക്ക് അനുഭവപ്പെട്ടു. കവിത അവളെ താങ്ങി പിടിച്ച് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. എന്തിനാണ് അവൾ ഛർദ്ദിച്ചത്? വയറിന് പിടിക്കാത്ത എന്തെങ്കിലും ഉച്ചയ്ക്ക് കഴിച്ചോ? ഹോസ്റ്റലിലെ ആഹാരം തീരെ മോശമാണെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. കവിത സഹതാപത്തോടെ ഓർത്തു. അതിനിടയിൽ അവളെ കട്ടിലിലേക്ക് ഇരുത്തി. നീ കിടക്കുമോളെ. ശ്രീജ ബെഡിലേക്ക് കിടന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകി വീഴുന്നുണ്ടായിരുന്നു. ശ്രീജെ! കട്ടിലിൻ്റെ വക്കിൽ ഇരുന്നു കൊണ്ട് കവിത വിളിച്ചു. കവിതയുടെ മുഖത്തേക്ക് നോക്കാൻ അവൾ ഭയപ്പെട്ടു. അവൾ കണ്ണുകൾ അടച്ചു. വയറുവേദനയുണ്ടോ മോളെ? ഇല്ലെന്ന് അവൾ തലയാട്ടി കാണിച്ചു. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഏത് കറിയാ ഉണ്ടായിരുന്നത്? ശ്രീജ ഓർക്കാൻ ശ്രമിച്ചു. പക്ഷേ ഓർമ്മ നശിച്ചതുപോലെ എല്ലാം അവ്യക്തം. സാരമില്ല, ഇന്ന് ഹോസ്റ്റലിലേക്ക് പോകണ്ട, നമുക്ക് വിളിച്ച് പറയാം. കവിത അവളെ ആശ്വസിപ്പിച്ചു. വേണ്ട, പോകണം ചേച്ചി. എനിക്ക് നിന്നെ ഇന്ന് ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് രാത്രിയിൽ അസുഖം വല്ലതുമുണ്ടായാൽ നേരം വെളുക്കുന്നതുവരെ നീ അത് അനുഭവിക്കേണ്ടി വരും. എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി. അത് നീയല്ലല്ലോ തീരുമാനിക്കുന്നത്. പ്രസാദേട്ടൻ ഇപ്പോൾ വരും. നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കണം. ശ്രീജ ഞെട്ടി. ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടർ പലതും ചോദിക്കും. സംശയം വന്നാൽ പരിശോധന നടത്തും. എൻ്റെ ഈശ്വരന്മാരെ, കള്ളത്തരം മുഴുവൻ തെളിയും. കവിതച്ച് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ഹോസ്പിറ്റലിൽ പോകണ്ട ചേച്ചി, എനിക്ക് അസുഖമൊന്നുമില്ല. ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാണ്. ശ്രീജ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എൻ്റെ പൊന്നുമോളെ, ഞാൻ ഇന്ന് നിന്നെ ഇവിടുന്ന് വിടത്തില്ല. ഹോസ്റ്റലിലേക്ക് ഞാൻ വിളിച്ച് പറയാം. നമ്പർ പറ. എനിക്ക് പോകണം ചേച്ചി. ഞാനിങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിട്ടു നിൽക്കുന്നത് അവിടുത്തെ മാറ്ററിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ പറയണ്ട, ഞാൻ സംസാരിച്ചോളാം. വസുമതി അമ്മയെ എനിക്കറിയാമല്ലോ. കവിത ചെന്ന് ശ്രീജയുടെ ബാഗ് തുറന്ന് മൊബൈൽ എടുത്തു. അതിൽ അവൾ വസുമതി അമ്മയുടെ നമ്പർ കണ്ടുപിടിച്ച് വിളിച്ചു. ഹലോ, എന്താണ്? വസുമതി അമ്മ ഗൗരവഭാവത്തിൽ ചോദിച്ചു. ശ്രീജയുടെ നമ്പർ അവൾ സേവ് ചെയ്തിട്ടുണ്ടെന്ന് കവിതയ്ക്ക് മനസ്സിലായി. മാഡം, ഇത് ശ്രീജയല്ല, കവിതയാണ്.
ഓ, എന്താ കവിത സാറേ? ഞാൻ വിചാരിച്ചു. പെട്ടെന്ന് വസുമതി അമ്മയുടെ സ്വരം മൃദുവായി. ശ്രീജ ഇവിടെ എൻ്റെ അടുത്തുണ്ട് മാഡം. അവൾക്ക് നല്ല വയറുവേദന. ഡോക്ടറെ കാണാൻ കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായാൽ ഇന്ന് അവൾ ഹോസ്റ്റലിലേക്ക് വരില്ല. അത് കുഴപ്പമില്ല, നാളെ വന്നാൽ മതി. ഞാൻ ഇവിടെ ഇത്തിരി സ്ട്രിക്റ്റാ സാറേ. നല്ല പേരുള്ള ഒരു ഹോസ്റ്റലിലല്ലേ ഇത്. അച്ചടക്കം പ്രധാനമാ. രാത്രിയിൽ 7:30 ഗേറ്റ് അടയ്ക്കും. 8 മണി കഴിഞ്ഞ് വരുന്നവരെ പ്രവേശിപ്പിക്കാറില്ല. അത് നല്ല കാര്യം തന്നെയാണ് മാഡം. ഇക്കാര്യം വിളിച്ചു പറയാൻ അവൾക്ക് പേടിയായിട്ടാണ്. ഏയ്, അത് സാരമില്ല. അവൾ കവിത സാറിൻ്റെ അടുത്താണല്ലോ. അതറിഞ്ഞാൽ മതി. ഹോസ്റ്റലിന് പേരുദോഷമുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ടാണ്. താങ്ക് യു മാഡം. അവൾ നാളെ വരും. കൂടുതൽ സംസാരിക്കാൻ അവസരം കൊടുക്കാതെ കവിത കോൾ കട്ട് ചെയ്തു. ഞാൻ ആ സ്ത്രീയോട് സംസാരിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. പ്രസാദേട്ടൻ വന്നിട്ട് നമുക്ക് കരുണ ക്ലിനിക്കിലേക്ക് പോകാം. വേണ്ട ചേച്ചി, കുറച്ച് കഴിയുമ്പോൾ ശരിയാകും. ചേച്ചി പോയിക്കോ, ഞാൻ കുറച്ച് നേരം കണ്ണടച്ച് കിടക്കട്ടെ. ശരി മോളെ, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് വരാം. കവിത മുറിയിൽ നിന്നിറങ്ങി മുൻവശത്തേക്ക് ചെന്നു. മണി 6:30. പ്രസാദേട്ടൻ വന്നില്ലല്ലോ. അവൾ മൊബൈലെടുത്ത് പ്രസാദിനെ വിളിച്ചു. എന്താ കവിതേ? അയാൾ ഉടൻ കോളെടുത്തു. ഇറങ്ങിയില്ലേ ഇതുവരെ? ദാ ഇറങ്ങാൻ തുടങ്ങുവാണ്. നേരെയങ്ങ് വരണേ, ഒരാവശ്യമുണ്ട്. ശ്രീജയുടെ കാര്യം പറയാൻ അവൾ മടിച്ചു. വന്നിട്ട് അറിഞ്ഞാൽ മതി. സുഖമില്ലെന്നറിഞ്ഞാൽ വണ്ടി വേഗത്തിൽ ഓടിച്ചാലോ? എന്തെങ്കിലും മേടിക്കാനുണ്ടോ? പറ, ഞാൻ കൊണ്ടുവരാം. അതല്ല, വന്നിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകണം. എവിടെ? അതൊക്കെ വന്നിട്ട് പറയാം. അവൾ കോൾ കട്ട് ചെയ്തു. പ്രസാദേട്ടന് സ്വന്തം അനിയത്തിയേക്കാൾ ഇഷ്ടമാണ് ശ്രീജയെ. അവളുടെ കാലിൽ ഒരു മുള്ളുകൊണ്ട് എന്നറിഞ്ഞാൽ പോലും പരിഭ്രമിക്കും. എന്തു പാടുപെട്ടാണ് ഹേമന്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് പ്രസാദേട്ടൻ അവളെ രക്ഷിച്ചത്. ആണുങ്ങളെ കണ്ണുമടച്ച് വിശ്വസിക്കരുതെന്ന് പ്രസാദേട്ടൻ അവളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിലേക്ക് പോകാനായി കവിത സാരി എടുത്തു. ഒട്ടും സമയം കളയണ്ട. പ്രസാദേട്ടൻ വന്നാലുടൻ പോകണം. അല്പനേരം കഴിഞ്ഞപ്പോൾ പ്രസാദിൻ്റെ കാർ മുറ്റത്തേക്ക് കയറി വന്നു. ശബ്ദം കേട്ട് കവിത പുറത്തേക്ക് ഇറങ്ങി ചെന്നു. എവിടെ കവിത പോകേണ്ടത്? കാറിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രസാദ് ചോദിച്ചു. ശ്രീജയ്ക്ക് നല്ല സുഖമില്ല. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അവൾ വിളിച്ച് പറഞ്ഞോ? അവൾ ഇവിടെ ഉണ്ട് പ്രസാദേട്ടാ. വൈകുന്നേരം വന്നതാ. അപ്പോഴാ വയറിന് പ്രോബ്ലം. ഞാൻ പറഞ്ഞു ഇന്നിനി ഹോസ്റ്റലിലേക്ക് പോകണ്ടാന്ന്. നമുക്കവളെ കരുണയിലേക്ക് കൊണ്ടുപോയാലോ? ചെറിയ വയറുവേദനയാണെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ അതങ്ങ് മാറും. നിസ്സാര അസുഖത്തിന് മരുന്ന് വാങ്ങി കഴിക്കുന്നത് അത്ര നല്ല പ്രവണതയല്ലെന്നാണ് പ്രസാദിൻ്റെ വിശ്വാസം. അങ്ങനെയല്ല പ്രസാദേട്ടാ, നേരം അധികമായിട്ടില്ലല്ലോ. ഇപ്പം തന്നെ നമുക്കൊന്ന് പോയിട്ട് വരാം. പാതിരാത്രിക്ക് അസുഖം കൂടിയാൽ ചെന്ന് ഡോക്ടറെ കാണേണ്ടി വരത്തില്ലേ? എന്തിനാ വെറുതെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നത്? കവിത ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ പിന്നിലേക്ക് പോകാൻ വലിയ പ്രയാസമാണെന്ന് പ്രസാദിന് അറിയാമായിരുന്നു. ശരി, അവൾ വരാൻ പറ. കവിത ചെന്നപ്പോൾ ശ്രീജ കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു. ശ്രീജെ, അവൾ മെല്ലെ വിളിച്ചു. ശ്രീജ കണ്ണു തുറന്നു നോക്കി. വേണ്ട ചേച്ചി, പ്രസാദേട്ടൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ. വിശ്രമിക്കട്ടെ, എനിക്കിപ്പോൾ നല്ല സുഖമുണ്ട്. കവിത അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി. നിനക്ക് ഉള്ളിൽ പനിയുണ്ട്. രാത്രിയാകുമ്പോൾ ചിലപ്പോൾ അത് കൂടും. എഴുന്നേറ്റ് വാ. കവിത അവളെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ച് മുൻവശത്തെ മുറിയിലേക്ക് കൊണ്ടുവന്നു. പ്രസാദ് അപ്പോൾ അവിടെ സെറ്റിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ശ്രീജയുടെയും പ്രസാദിൻ്റെയും കണ്ണുകൾ ഒന്ന് കൂട്ടിമുട്ടി. അയാൾ പെട്ടെന്ന് നോട്ടം പിൻവലിച്ചു. എന്നാൽ ഇറങ്ങും പ്രസാദേട്ടാ, ഞാൻ വാതിൽ പൂട്ടാം, കവിത പറഞ്ഞു. അയാൾ എഴുന്നേറ്റ് പുറത്തിറങ്ങി ചെന്ന് കാറിൽ കയറി. കവിത വീട് പൂട്ടിയിട്ട് ശ്രീജയെയും കൊണ്ടുചെന്ന് കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കയറിയിരുന്നു. അയാൾ കാർ മുന്നോട്ടെടുത്തു. കാറിൽ വെച്ച് ആരുമൊന്നും മിണ്ടിയില്ല. കരുണ ക്ലിനിക്കിൽ ചെന്നപ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നില്ല. ശ്രീജയുടെ പേരും വയസ്സും പറഞ്ഞു കൊടുത്ത് കവിത OP ടിക്കറ്റ് എടുത്തു. ഞാൻ കാറിലിരിക്കാം. കവിതയും ശ്രീജയും ഡോക്ടറുടെ വിളിക്കായി കാത്തിരുന്നപ്പോൾ പ്രസാദ് പറഞ്ഞു. കവിത തലകുലുക്കി. ഇറങ്ങുമ്പം വിളിച്ചാൽ മതി. വിളിക്കാം. 2 പേഷ്യൻസിനെ വിളിച്ചു കഴിഞ്ഞിട്ടാണ് ശ്രീജയുടെ പേര് വിളിക്കപ്പെട്ടത്. അവളെയും കൊണ്ട് ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിലേക്ക് കവിത കയറി ചെന്നു. എന്ത് പറ്റി അനിയത്തിക്ക്? 2 പേരെയും കണ്ട് കവിതയുടെ ഡോക്ടർ അരവിന്ദൻ ചോദിച്ചു. വയറിന് നല്ല സുഖമില്ല ഡോക്ടറെ. വൈകുന്നേരം ഒന്ന് ഛർദ്ദിച്ചു. ഇവൾ. വിശപ്പില്ല, നല്ല ക്ഷീണമുണ്ട്, കവിത പറഞ്ഞു. വയറുവേദനയുണ്ടോ? ഡോക്ടർ ചോദിച്ചു. ചെറുതായിട്ട്, ശ്രീജ പറഞ്ഞു. പൊട്ടലോ ചീറ്റലോ? ഇല്ല, അവൾ തലയാട്ടി. സ്റ്റെതസ്കോപ്പ് വെച്ച് ഡോക്ടർ അവളുടെ ഹൃദയമിടിപ്പ് പരിശോധിച്ചു. ആ ബെഡിൽ കയറി കിടക്കൂ. അവളൊന്ന് ഭയന്നു. എങ്കിലും ഉയരമുള്ള ബെഡിലേക്ക് അവൾ കയറി കിടന്നു. ഡോക്ടർ അവളുടെ വയറ് തട്ടിയും മുട്ടിയും അമർത്തിയും പരിശോധിച്ചു. ഉച്ചയ്ക്ക് എന്താ കഴിച്ചത്? ചോറ്. കറികളോ? സാമ്പാറും കാബേജ് തോരനും. പരിപ്പും ഉരുളക്കിഴങ്ങുമൊക്കെ ഗ്യാസ് ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് ചിലരിൽ. അവൾ ബെഡിൽ നിന്ന് ഇറങ്ങി നിന്നു. ഡോക്ടർ അവളുടെ കൺപോളകൾ വിടർത്തി പരിശോധിച്ചു. അനീമിക്കാണ്, വിളർച്ചയുണ്ട്. ബ്ലഡ് ഒന്ന് പരിശോധിക്കണം. വിളർച്ചയ്ക്ക് അയൺ ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും. വിളർച്ചയുണ്ടെങ്കിൽ ക്ഷീണം കൂടും, ഡോക്ടർ പറഞ്ഞു. ഹോസ്റ്റലിലെ ഫുഡല്ലേ ഡോക്ടറെ? ഒക്കെ ഒരു വകയാ. പോഷകഗുണമുള്ള ഒരു വസ്തുവും അവിടുന്ന് കിട്ടത്തില്ല. എന്നാൽ പിന്നെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചുകൂടെ? നിങ്ങൾ 2 പേരും മാത്രമല്ലേ ഉള്ളൂ അവിടെ? അതേക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇവൾക്ക് വലിയ മടി, കവിത പറഞ്ഞു. തൽക്കാലം 4 നേരത്തേക്ക് മരുന്ന് തരാം. അത് കഴിച്ചിട്ട് വലിയ കുറവില്ലെങ്കിൽ വിവരം പറയണം. ശരി ഡോക്ടർ. അവൾ വെളിയിലിറങ്ങി. ഒരു നേഴ്സ് വന്ന് ശ്രീജയുടെ രക്തം അല്പം കുത്തിയെടുത്തു. 4 നേരം കഴിക്കാൻ 2 തരം ടാബ്ലറ്റും കിട്ടി. അവർ വെളിയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ പ്രസാദ് കാറിലിരുന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു. കവിതയ്ക്ക് അത്ഭുതം തോന്നി. സിഗരറ്റ് വലി പണ്ടേ നിർത്തിയതാണ്. വീണ്ടും ഇപ്പോൾ
അവരെ കണ്ട് അയാൾ സിഗരറ്റ് കുറ്റിക്കളഞ്ഞു. എന്താ പ്രസാദേട്ടാ, പഴയ സ്വഭാവം വീണ്ടും തുടങ്ങിയോ? കവിത ചോദിച്ചു. ഏയ്, ഇവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ഫ്രണ്ട് വന്നു. അവൻ തന്നപ്പോൾ വേണ്ടെന്ന് പറഞ്ഞില്ല, അത്രയേ ഉള്ളൂ. പ്രസാദ് എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നത് നേരത്തെ ഇരുട്ടിലും ശ്രീജ അയാളുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കി. ഇവൾക്ക് കാര്യമായ കുഴപ്പമൊന്നുമില്ല പ്രസാദേട്ടാ, രക്തക്കുറവുണ്ട്. ഡോക്ടർ പറയുന്നത് ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ കൂടെ താമസിപ്പിക്കാനാ. ആഹാരം ശരിയായാൽ വിളർച്ച മാറും. അയാളൊന്നും പറഞ്ഞില്ല. അവർ കാറിലേക്ക് കയറി. പ്രസാദേട്ടാ, ആ ബേക്കറിയുടെ മുന്നിലൊന്ന് നിർത്തണേ. കുക്ക് ചെയ്യാത്ത ഒരു പാക്കറ്റ് ചപ്പാത്തി മേടിക്കണം. ഇനി വീട്ടിൽ ചെന്ന് ഉണ്ടാക്കാനൊന്നും വയ്യ. ചൂടോടെ ചുട്ട് ഇവൾക്ക് കൊടുക്കണം. തണുത്തതൊന്നും കഴിക്കണ്ട, കവിത പറഞ്ഞു. പാവം കവിതച്ചി. കറിയോ? അയാൾ ചോദിച്ചു. ഹോട്ടലിൽ നിന്നൊന്നും മേടിക്കണ്ട. വെജിറ്റബിൾ കറി ഞാനുണ്ടാക്കാം. അരമണിക്കൂർ മതി. ബേക്കറിയുടെ മുന്നിൽ കാർ നിർത്തി. പ്രസാദ് ചെന്ന് ഒരു പാക്കറ്റ് ചുടാത്ത ചപ്പാത്തി വാങ്ങിക്കൊണ്ടുവന്നു. വീട്ടിൽ ചെന്നപ്പോൾ മണി 8. വല്ലതും കഴിച്ചിട്ട് മതി ടാബ്ലറ്റ് കഴിക്കുന്നത്. ഞാൻ വേഗം ചപ്പാത്തിയും കറിയും ഉണ്ടാക്കാം. നിനക്ക് കുളിക്കണം മോളെ. ഒരു ദിവസം പോലും വൈകുന്നേരം കുളിക്കാതെ അവൾക്ക് ഉറങ്ങാൻ പറ്റില്ല. കുളിച്ചിട്ട് മാറ്റാൻ ഡ്രസ്സ് വേണ്ടേ? ഞാൻ എടുത്തു തരാം. കവിത ചെന്ന് കഴുകി ഉണക്കി മടക്കി വെച്ചിരുന്ന ഒരു നൈറ്റിയും സ്കർട്ടും എടുത്തു കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു. നാളെ രാവിലെ ഇവിടുന്ന് സ്കൂളിലേക്ക് പോകാം. എൻ്റെ ബ്ലൗസ് നിനക്ക് ചേരുമല്ലോ. സാരിയും തരാം. രണ്ടു പേർക്കും ഏതാണ്ട് ഒരേ വണ്ണമാണ്. അത് കാരണം കവിതയുടെ ഡ്രസ്സ് അവൾക്കും ചേരും. ശ്രീജ അവളുടെ മുറിയിലേക്ക് പോയി. കവിത വേഷം മാറ്റിയിട്ട് കിച്ചണിലേക്ക് ചെന്നു. അവൾ ക്യാരറ്റും ബീൻസും സവാളയും പച്ചമുളകും മാത്രം ഉപയോഗിച്ച് കറി ഉണ്ടാക്കി. ഉരുളക്കിഴങ്ങ് എടുത്തതേയില്ല. ഗ്യാസ് ഉണ്ടാക്കിയെങ്കിലോ. എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് അവൾ പോയി കുളിച്ചു. ആ നേരത്തൊക്കെ പ്രസാദ് ടി വിയുടെ മുന്നിലായിരുന്നു. 3 പേരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. സംസാരിച്ചത് മുഴുവൻ കവിതയാണ്. പ്രസാദ് എല്ലാം മൂളിക്കേട്ടു. ശ്രീജ നിശബ്ദയായി ഇരുന്നതേയുള്ളൂ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ 2 ടാബ്ലറ്റും ഒരു ഗ്ലാസ് വെള്ളവും കൊണ്ടുവന്ന് അവൾ ശ്രീജയ്ക്ക് കൊടുത്തു. കഴിച്ചിട്ട് കിടന്നു. നേരം വെളുക്കുമ്പോഴേക്ക് അസുഖമൊക്കെ മാറും. ശ്രീജ ടാബ്ലറ്റ് കഴിച്ചു. പിന്നെ അവളുടെ മുറിയിൽ ചെന്ന് കിടന്നു. പ്രസാദേട്ടൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഓഫീസിലെ കാര്യം ഓർത്താണോ? കിടക്കാൻ ചെന്നപ്പോൾ കവിത ചോദിച്ചു. അയാൾ മൂളി. ഒക്കെ ശരിയാകുമെന്നേ. അവനേക്കാൾ നല്ല സെയിൽസ് എക്സിക്യൂട്ടീവിനെ പ്രസാദേട്ടന് കിട്ടും. പണ്ടത്തേതിലും കൂടുതൽ ബിസിനസ് നടക്കും. ഒരു കാര്യവും ഓർത്ത് നമ്മൾ തളരാൻ പാടില്ല. ധൈര്യം വേണം, ആത്മവിശ്വാസവും. പ്രസാദ് അവളെ 2 കൈകൾ കൊണ്ടും കെട്ടിപ്പിടിച്ചു. വിധേയയായ ഒരു ഭാര്യയെപ്പോലെ അവൾ ആ കരവലയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നു. രാവിലെ ആദ്യം ഉണർന്നത് കവിതയാണ്. അവൾ കാപ്പി ഉണ്ടാക്കി. പിന്നെ ദോശയും ചട്നിയും ഉണ്ടാക്കി. ഇടയ്ക്ക് ചോറും വെച്ച് വാർത്തു. ശ്രീജ വൈകിയാണ് എഴുന്നേറ്റത്. ഇപ്പോഴെങ്ങനെയുണ്ട്? കവിത ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല ചേച്ചി. ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറ് പൊതിക്കെട്ടി തരാം കേട്ടോ. അവൾക്ക് സ്കൂളിൽ ഉടുത്തുകൊണ്ടു പോകാൻ കവിത സാരിയും ബ്ലൗസും കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് വാഴയില എടുത്ത് വാട്ടി ചോറ് പൊതിഞ്ഞു കെട്ടി കൊടുത്തു. ഇടയ്ക്ക് വിളിക്കണേ. പ്രസാദേട്ടൻ നിന്നെ സ്കൂളിൽ കൊണ്ടുചെന്ന് വിടും. വേണ്ട ചേച്ചി, ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. ശ്രീജ സ്കൂളിലേക്ക് പോകുന്നത് നോക്കി തൃപ്തിയോടെ കവിത നിന്നു. നീ എന്തിനാ മറ്റുള്ളവരെങ്ങനെ കണക്കറ്റ് സ്നേഹിക്കുന്നത്? പിന്നിൽ നിന്ന് പ്രസാദിൻ്റെ ചോദ്യം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ശ്രീജ എനിക്ക് അന്യയല്ല പ്രസാദേട്ടാ. അമിതമായ സ്നേഹം അപകടം വരുത്തി വയ്ക്കും. അതാ പതിവ്. എന്തപകടം? അയാൾ അതിന് മറുപടി പറഞ്ഞില്ല. 9:30 മുമ്പ് പ്രസാദ് ഓഫീസിലേക്ക് പോയി. അത് കഴിഞ്ഞ് കവിത പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ കവിതയുടെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നു. ഡോക്ടർ അരവിന്ദനാണ് വിളിച്ചത്. എന്താ ഡോക്ടർ? ആ കുട്ടി നേരെ സിസ്റ്ററാണോ? അല്ല, ബന്ധു. സ്നേഹബന്ധമാണ്. ആ കുട്ടി മാരീഡാണോ? അല്ല. എന്താ ഡോക്ടർ? അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അവൾക്ക് എന്തെങ്കിലും രോഗം? ഭയത്തോടെ കവിത ചോദിച്ചു. ആ കുട്ടി പ്രഗ്നൻ്റ് ആണ്. എന്ത്? മനസ്സിലാവാതെ കവിത ചോദിച്ചു. അവൾ ഗർഭിണിയാണ്. കവിത സ്തംഭിച്ചിരുന്നു. ഡോക്ടർ, ആദിയോടെ കവിത വിളിച്ചു. എന്താ കവിത? ഡോക്ടർ അരവിന്ദൻ ചോദിച്ചു. ശ്രീജ ഗർഭിണിയാണെന്നാണോ ഡോക്ടർ പറഞ്ഞത്? വിശ്വാസം വരാതെ അവൾ പതുക്കെ വീണ്ടും ചോദിച്ചു. അതെ, അവളുടെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് എൻ്റെ മുന്നിലുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ വിളിച്ചത്. ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്ത്രീയുടെ രക്തം പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ട് പേരുമാറി വന്നതായിരിക്കും. അവൾ പ്രത്യാശയോടെ തിരക്കി. അല്ല, അങ്ങനെയുള്ള പിശകുകളൊന്നും ഈ ലാബിലുണ്ടാവുകയില്ല. ഇന്നലെ എടുത്ത ബ്ലഡ് സാമ്പിളിൻ്റെ റിപ്പോർട്ടാണിത്, ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞു. ഇങ്ങനെയാകാൻ ഒരു സാധ്യതയുമില്ല ഡോക്ടർ. അതുകൊണ്ടാണ് സംശയത്തോടെ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ശ്രീജയോട് തന്നെ ചോദിച്ച് സംശയം മാറ്റൂ, അതാ നല്ലത്. ഡോക്ടർ അരവിന്ദൻ കോൾ കട്ട് ചെയ്തു. കവിത സ്തംഭിച്ചിരുന്നു. ശ്രീജയോട് ഇങ്ങനെ ഇക്കാര്യം പറയും. അവളിപ്പോൾ സ്കൂളിലായിരിക്കും. ഈ വാർത്ത സ്കൂളിൽ വെച്ചറിഞ്ഞാൽ അവൾക്കത് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ? വേണ്ട, സാവധാനം അറിഞ്ഞാൽ മതി. പക്ഷേ ഇതിന് സാധ്യതയുണ്ടോ എന്ന് അറിയുകയും വേണം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ? എന്താ കവിത, എന്തു പറ്റി? അവളുടെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്ന ജാൻസി പെട്ടെന്ന് ചോദിച്ചു. ചിന്തയിൽ നിന്ന് കവിത പെട്ടെന്ന് ഞെട്ടിയുണർന്നു. ഏയ്, ഒന്നുമില്ല. അല്ല, ഒരു ഫോൺ കോൾ വരികയും ചെയ്തു. ഉടൻ തന്നെ കവിത എന്തോ അത്യാഹിതം സംഭവിച്ച മട്ടിൽ ഇരിക്കുന്നതും കണ്ടു. ഡോക്ടറുമായുള്ള സംഭാഷണം ജാൻസി കേട്ട് കാണുമെന്ന് അവൾക്ക് സംശയം തോന്നി. വിശ്വസനീയമായ കള്ളം പറഞ്ഞാലേ രക്ഷപ്പെടാൻ പറ്റൂ. അല്ലെങ്കിൽ ജാൻസിക്ക് ഗവേഷണം നടത്താൻ ഒരു വിഷയം കിട്ടും. ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു ചെക്കപ്പിന്. ഡോക്ടർ അതിൻ്റെ റിസൾട്ട് വിളിച്ച് പറഞ്ഞതാ. പ്രസാദേട്ടന് നോർമലിലും കവിഞ്ഞ് കൊളസ്ട്രോൾ ഉണ്ടെന്ന്.
അത് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. കവിത ഒരു നുണ കണ്ടെത്തി. കൊളസ്ട്രോൾ ഇത്തിരി കൂടുതലുണ്ടെന്ന് വിചാരിച്ച് ഒട്ടും പേടിക്കേണ്ട കവിതയെ. എൻ്റെ ഹസ്ബൻഡിനും ഒരിക്കൽ ഇതുപോലെ വന്നതാ. രാവിലെ നല്ല സ്പീഡിൽ അരമണിക്കൂർ നടന്നാൽ മതി. പിന്നെ മുട്ടയും പാലും ബീഫും എണ്ണയും മധുരവും ഒക്കെ കുറയ്ക്കണം. 2 മാസം കൊണ്ട് കൊളസ്ട്രോൾ നോർമലാകും, ഒരു വിദഗ്ധയെ പോലെ ജാൻസി പറഞ്ഞു. താങ്ക്സ് ജാൻസി. നാളെ മുതൽ രാവിലെ പ്രസാദനെ നടക്കാൻ വിടാം. അങ്ങനെ പറഞ്ഞ് ജാൻസിയുടെ പിടിയിൽ നിന്ന് കവിത രക്ഷപ്പെട്ടു. ആദ്യം പ്രസാദ് എന്നോട് പറയേണ്ടത്. അറിയുമ്പോൾ പ്രസാദന് ഒരു ഷോക്കായിരിക്കും. ആരും ഒട്ടും വിചാരിക്കാത്ത കാര്യമല്ലേ നടന്നിരിക്കുന്നത്. റൂമിലിരുന്ന് വിളിക്കാൻ പറ്റില്ല. ജാൻസിയുടെ ചെവി നീണ്ടുവരും. മൊബൈലുമായി കവിത സൂത്രത്തിൽ വെളിയിലേക്ക് ഇറങ്ങി. അവൾ പുറത്തു വന്ന് പ്രസാദിനെ വിളിച്ചു. എന്താ കവിതേ? അയാൾ കോൾ എടുത്തു. പ്രസാദേട്ടൻ ഫ്രീ ആണ് ഇപ്പോൾ? എൻ്റെ റൂമിൽ 2 വിസിറ്റേഴ്സ് ഉണ്ട്. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഫ്രീ ആകും. ശരി. അവൾ കോൾ കട്ട് ചെയ്തു. 10 മിനിറ്റ് കഴിഞ്ഞാലും പ്രസാദേട്ടൻ ഫ്രീ ആകുമെന്ന് അവൾക്ക് തോന്നിയില്ല. പലരും കാണാൻ വരും. അതുവരെ കാത്തിരുന്നാൽ പറ്റുകയില്ലല്ലോ. കവിത അവളുടെ സീറ്റിലേക്ക് മടങ്ങി. ആദ്യം പ്രസാദേട്ടനെ അറിയിക്കാം. അത് കഴിഞ്ഞ് മതി ശ്രീജയോട് പറയുന്നത്. ഫോണിൽ പറയുന്നത് അപകടമായിരിക്കും. താങ്ങാൻ പറ്റാതെ അവൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്താം. അവിടെ വെച്ച് സംസാരിക്കുന്നതാണ് നല്ലത്. എന്താണ് സംഭവിച്ചതെന്ന് അവളോട് സമാധാനപരമായി ചോദിച്ച് മനസ്സിലാക്കാം. കവിത ജോലിയിൽ മുഴുകി. ഉച്ചയ്ക്ക് 12 മണിയായപ്പോഴാണ് പ്രസാദ് അല്പം സ്വതന്ത്രനായത്. അതുവരെ ഫോൺ കോളുകളും ഡീലർമാരുടെ സന്ദർശനവും കാരണം ഒരു നിമിഷം പോലും സ്വതന്ത്രമായി കിട്ടിയില്ല. കവിത വിളിച്ചിരുന്നല്ലോ എന്ന കാര്യം പെട്ടെന്ന് അയാൾക്ക് ഓർമ്മ വന്നു. അയാൾ മൊബൈലെടുത്ത് അവളെ വിളിച്ചു. എന്താ കവിതേ? ഫ്രീ ആയോ? ഉവ്വ്. റൂമിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്താ, രഹസ്യമല്ലെന്ന് പറയാനാണോ? കളിമട്ടിൽ അയാൾ ചോദിച്ചു. അതെ, ഒരു രഹസ്യമാ പ്രസാദേട്ടാ. കേട്ടാൽ ഞെട്ടും. അതുകൊണ്ടാണ് ഞാൻ. പെട്ടെന്ന് അയാളുടെ തമാശ മട്ട് ഇല്ലാതായി. എന്താ കവിതേ? ഗൗരവസ്വരത്തിൽ അയാൾ തിരക്കി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാമോ? പ്രസാദേട്ടൻ വീട്ടിലേക്കൊന്ന് വരാമോ? 1 മണിയാകുമ്പോൾ. ഇന്ന് ചോറ് കൊണ്ടുപോയിട്ടില്ലല്ലോ. വീട്ടിൽ വന്ന് കഴിക്കാം. ഞാനും വരാം. രാവിലെ കുറച്ച് നേരത്തെ പോകേണ്ടതുകൊണ്ട് പ്രസാദ് ടിഫിൻ എടുക്കാതെയാണ് പോയത്. ശരി, ഞാൻ വരാം. ഉച്ചയ്ക്ക് 1:30 മുതൽ 2 വരെയാണ് ലഞ്ച് ടൈം. 1 മണി കഴിഞ്ഞപ്പോൾ മാനേജർ ആൻ്റണിയോട് പറഞ്ഞിട്ട് പ്രസാദ് ഓഫീസിൽ നിന്നിറങ്ങി. അയാളുടെ അഭാവത്തിൽ ആൻ്റണി എല്ലാം നോക്കിക്കൊള്ളും. റീജിയണൽ ഓഫീസിൽ മൊത്തം 8 സ്റ്റാഫാണുള്ളത്. സെയിൽസ് എക്സിക്യൂട്ടീവുകളായി ഫീൽഡിൽ അത്രയും പേർ വേറെയുമുണ്ട്. കാറെടുത്ത് പ്രസാദ് വീട്ടിലേക്ക് പോയി. അയാൾ ചെന്നപ്പോൾ കവിത അവിടെയുണ്ട്. അവൾ കറികൾ വീണ്ടും ചൂടാക്കുകയായിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് മീൻ കഷ്ണങ്ങളെടുത്ത് പൊരിച്ചു. പപ്പടം കാച്ചി. കാറിൻ്റെ ശബ്ദം കേട്ട് അവൾ ചെന്ന് മുൻവാതിൽ തുറന്നു വച്ചു. നീ എപ്പോഴെത്തി? അയാൾ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ചോദിച്ചു. 1/2 മണിക്കൂറായി. പ്രസാദേട്ടൻ കൈ കഴുകി വന്നോളൂ. ചോറ് റെഡി. അയാൾ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് ചെന്ന് കൈ കഴുകി. ഡൈനിങ് ടേബിളിൽ ചോറും കറികളും നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ശ്രീജയുടെ കാര്യം പ്രസാദേട്ടനോട് എങ്ങനെ പറയും? പറയാതിരിക്കാനും പറ്റില്ല. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്താ ഒന്നും? കസേര നീക്കിയിട്ട് ഇരുന്നു കൊണ്ട് അയാൾ ചോദിച്ചു. കഴിക്കേ, ഞാൻ പറയാം. അയാളുടെ പ്ലേറ്റിലേക്ക് അവൾ ചോറും കറികളും വിളമ്പിക്കൊടുത്തു. എന്നിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് മുന്നിൽ വെച്ച് അവളും ഇരുന്നു. ചോറിലേക്ക് പ്രസാദ് സാമ്പാർ എടുത്ത് ഒഴിച്ചു. നമ്മുടെ ശ്രീജയുടെ കാര്യമോ പ്രസാദേട്ടാ? കവിത ഒടുവിൽ പറഞ്ഞു. അവൾക്ക് എന്ത് പറ്റി? അയാൾ മുഖമുയർത്തി നോക്കി. ഒക്കെ എൻ്റെ തെറ്റും കൂടാ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സർവ്വസ്വാതന്ത്ര്യവും കൊടുത്തു. അത് പാടില്ലായിരുന്നു. അവൾ അത്ര കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. വരും വരേകയെക്കുറിച്ച് അവളും ചിന്തിക്കണമായിരുന്നു. പ്രസാദിനൊന്നും മനസ്സിലായില്ല. നീ എന്തിനെക്കുറിച്ചാണ് കവിത പറയുന്നത്? ക്ഷമയോടെ അയാൾ ചോദിച്ചു. അവൾക്കും അബദ്ധം പറ്റി പ്രസാദേട്ടാ. അബദ്ധമോ? എന്തബദ്ധം? അവൻ ശ്രീജയും ചതിച്ചിട്ടാ കടന്നു കളഞ്ഞത്. ആര്? ഞെട്ടലോടെ പ്രസാദ് ചോദിച്ചു. ആ ഹേമന്ത്. അവൾ പ്രഗ്നൻ്റാ. പ്രസാദ് നടുങ്ങി. നീ എന്താ പറഞ്ഞത്? അവൾ അവൾ അതെ പ്രസാദേട്ടാ. ഇന്നലെ കരുണ ക്ലിനിക്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തില്ലേ? രാവിലെ അരവിന്ദൻ ഡോക്ടറെ ഇക്കാര്യം വിളിച്ചു പറഞ്ഞത്. ഉരുട്ടിയ ചോറ് കഴിക്കാനാവാതെ കയ്യിൽ വെച്ചുകൊണ്ട് പ്രസാദ് ഒരു പ്രതിമയെ പോലെ ഇരുന്നു. പാവം കവിത. കുറ്റക്കാരൻ ഹേമന്താണെന്ന് അവളുടെ വിചാരം. നീ നീ അവളോട് ഇക്കാര്യം പറഞ്ഞോ? അയാൾ വിമിട്ടത്തോടെ ചോദിച്ചു. ഇല്ല, ഞാനെങ്ങനെ പറയും? അവൾ തകർന്നു പോകത്തില്ലേ? പാവം പെണ്ണ്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണത്തില്ല ഇങ്ങനെയൊരു അബദ്ധം സംഭവിച്ചു കാണുമെന്ന്. ശ്രീജയ്ക്ക് സംശയമുണ്ടായിരുന്നു എന്ന കാര്യം കവിതയ്ക്ക് അറിയില്ലല്ലോ. സത്യം അവൾ കവിതയോട് പറയുമോ? ഹേമന്ത് പോയിട്ട് ഇപ്പോൾ 1 മാസം പോലും ആയിട്ടില്ലല്ലോ. പോകുന്നതിന് മുമ്പ് 2 പേരും കൂടി ഇവിടെ സന്ധിച്ചു കാണും. പ്രസാദേട്ടാ, അവളെ വഴക്ക് പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യല്ലേ. അവൾക്കത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ കവിതയെ, എനിക്ക് വയ്യ ഇക്കാര്യം അവളോട് പറയാൻ. ഞാൻ എങ്ങനെ പറയും? വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ പറയട്ടെ? അയാൾ ദുർബലമായി മൂളി. പ്രസാദേട്ടൻ എന്താ ഒന്നും കഴിക്കാതിരിക്കുന്നേ? ചോറുണ്ണ്. ഈ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കണ്ടെത്തിയാൽ പോരെ? അവൾ സ്വന്തം പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പി. എന്നാലും അവനെ സമ്മതിക്കണം. എന്തൊരു സൂത്രശാലിയാ. പെമ്പിളേരെ സംസാരിച്ച് മയക്കാൻ മിടുക്കൻ. നേരത്തെ രജനി, ഇപ്പം ശ്രീജ. ഇനി ഇതുപോലെ വേറെ എത്ര പെമ്പിളേരെ പിഴപ്പിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം? പ്രസാദിന് മിണ്ടാൻ കഴിഞ്ഞില്ല. അയാൾക്ക് ചോറ് തൊണ്ടയിൽ നിന്ന് താഴേക്കിറങ്ങിയില്ല. പ്രസാദേട്ടൻ എന്താ കഴിക്കാത്തത്? കവിത വീണ്ടും ചോദിച്ചു. വിശപ്പ് പോയി. അയാൾ നിസ്സഹായതയോടെ പറഞ്ഞു. അയ്യോ, പ്രസാദേട്ടന് ഇത്ര ഫീൽ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
അല്ലെങ്കിൽ തന്നെ സ്വന്തം അനുജത്തിക്ക് ഇങ്ങനെയൊരു ദുരന്തമുണ്ടായാൽ ഏതാങ്ങളെയാ സഹിക്കുന്നത്? അയാൾ മുഖം കുനിച്ചിരുന്നു. പ്രസാദേട്ടൻ വിഷമിക്കരുത്. എന്ത് പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള കാര്യം ശ്രീജയെ ഈ വിവരം അറിയിക്കുക എന്നുള്ളതാണ്. അവളോട് ഞാൻ തന്നെ പറയാം. പ്രസാദേട്ടൻ ഊണ് കഴിക്കേ. വേണ്ട കവിതേ, ഇപ്പോൾ വയ്യ. അയാൾ എഴുന്നേറ്റ് പോയി കൈ കഴുകുന്നു നോക്കി ദുഃഖത്തോടെ അവളിരുന്നു. പാവം പ്രസാദേട്ടൻ. കവിത ഊണ് കഴിച്ചിട്ട് ചെന്ന് നോക്കിയപ്പോൾ സിഗരറ്റ് പുകച്ചുകൊണ്ട് പ്രസാദ് സിറ്റൗട്ടിലെ കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. മുറ്റത്ത് എരിഞ്ഞു തീർത്ത 4-5 സിഗരറ്റ് കുറ്റികൾ. മതി വലിച്ചത്. പ്രസാദേട്ടൻ എങ്ങനെ ടെൻഷൻ അടിക്കരുത്. ഭർത്താവില്ലാതെ ഗർഭിണിയാകുന്ന ആദ്യത്തെ പെണ്ണൊന്നുമല്ല ശ്രീജ. ലോകത്ത് ഒരുപാട് പേർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ ചിന്തിച്ച മനസ്സ് പുണ്ണാക്കണ്ട. അവൾ അയാളുടെ കയ്യിൽ നിന്ന് സിഗരറ്റ് വാങ്ങി വലിച്ചെറിഞ്ഞു. സ്കൂൾ വിടുമ്പോൾ അവൾ ഇങ്ങോട്ട് വരാൻ ഞാൻ പറയാം. അവളെ സമാധാനിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പ്രസാദേട്ടൻ ധൈര്യമായിട്ടിരിക്കെ. വീട്ടിലിരുന്നാൽ ഭ്രാന്ത് പിടിക്കുമെന്ന് പ്രസാദിന് തോന്നി. ഞാൻ ഓഫീസിലേക്ക് പോവാണ്. അതാ നല്ലത്. അയാൾ കാറെടുത്ത് അപ്പോൾ തന്നെ പോയി. വീട് പൂട്ടിയിട്ട് കവിതയും പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. വിളിച്ചാൽ ശ്രീജ ക്ലാസ്സിലായിരിക്കും എന്നറിയാവുന്നതുകൊണ്ട് അവൾ ഒരു മിസ്ഡ് കോൾ മാത്രം കൊടുത്തു. വൈകുന്നേരം വീട്ടിലേക്ക് വരണമെന്ന മെസ്സേജും അയച്ചു. ഹോസ്റ്റലിൽ പോകാതെ ശ്രീജ വൈകുന്നേരം കവിതയെ കാണാൻ വന്നു. ഒട്ടും സന്തോഷവതിയായിരുന്നില്ല ശ്രീജ. ഏതോ ആശങ്ക അവളെ അലട്ടുന്നുണ്ടെന്ന് കവിതയ്ക്ക് മുഖം കണ്ടപ്പോൾ തോന്നി. അവർ സ്വീകരണ മുറിയിൽ മുഖത്തോട് മുഖം നോക്കിയിരുന്നു. മോളെ, നിന്നെ ഞാൻ കുറ്റം പറയത്തില്ല. ഇനി പറഞ്ഞിട്ട് കാര്യവുമില്ല. നിനക്ക് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. നിറക്കണ്ണുകളുടെ ശ്രീജ തലകുലുക്കി. പ്രസാദേട്ടന് ഞാനും അത് ക്ഷമിച്ചു. അവൻ നിന്നെ ചതിച്ചതിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് പ്രസാദേട്ടനാണ്. ഞെട്ടലോടെ ശ്രീജ അവളുടെ മുഖത്തേക്ക് നോക്കി. അറിഞ്ഞോ അറിയാതെയോ അവനും നിനക്കും ഇവിടെ സാഹചര്യം ഉണ്ടാക്കി തന്ന എനിക്കും വലിയ വിഷമമുണ്ട്. അവൻ ഇത്തരമൊരു ചതിയനാണെന്ന് നമുക്കാർക്കും സ്വപ്നത്തിൽ പോലും വിചാരമില്ലായിരുന്നല്ലോ. ചേച്ചി. ശ്രീജ പെട്ടെന്ന് എന്നിട്ട് കവിതയുടെ കാൽക്കലിരുന്നു. എന്നിട്ട് അവളുടെ കാലുകൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഏയ് സാരമില്ല. നീ കരയുന്നത് കണ്ടാൽ എനിക്കും സഹിക്കത്തില്ല മോളെ. ഹേമന്ത് നിന്നെ ഉപേക്ഷിച്ച് പോയെങ്കിലും നിനക്ക് ഞാനും പ്രസാദേട്ടനും ഉണ്ടല്ലോ. കരയല്ലേ. കവിത അവളെ കെട്ടിപ്പിടിച്ച് ആശ്വാസവാക്കുകൾ പറഞ്ഞു. ഏറെ നേരം കഴിഞ്ഞിട്ടാണ് അവളുടെ കരച്ചിൽ അടങ്ങിയത്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. നീ അനുസരിക്കണം. മനസ്സിലായില്ലേ? കവിത പറഞ്ഞു. ശ്രീജ കവിളിലെ കണ്ണീർ തുറച്ചു. നാളെ തന്നെ നീ ഹോസ്റ്റൽ വിട്ട് ഇങ്ങോട്ട് വരണം. ഇനി ഇവിടെ താമസിച്ചാൽ മതി. ചേച്ചി. വിശ്വാസം വരാതെ അവൾ കവിതയെ നോക്കി. ഹോസ്റ്റലിൽ ഇനി താമസിക്കുന്നത് അപകടമാണ്. നീ ഇടയ്ക്കൊക്കെ ഛർദ്ദിക്കും. മറ്റുള്ളവർ അത് ശ്രദ്ധിക്കും. അവർ കാര്യം മനസ്സിലാക്കും. അവരെല്ലാം നിന്നെ പുച്ഛത്തോടെ നോക്കും. വാർത്ത പരക്കും. ശ്രീജ മിണ്ടിയില്ല. പ്രസാദ് എന്നോട് ഞാൻ സംസാരിക്കാം. നാളെ തന്നെ ഞങ്ങൾ വന്ന് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട ചേച്ചി, ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും മാറിക്കോളാം. വേറെ എങ്ങോട്ട്? ശ്രീജയ്ക്ക് അതിന് ഉത്തരമില്ലായിരുന്നു. ടൗണിൽ വേറെ ലേഡീസ് ഹോസ്റ്റൽ ഒന്നുമില്ല. നാളെ വൈകുന്നേരം ഞങ്ങൾ വരും. ഹോസ്റ്റലിലെ ഇടപാടുകളെല്ലാം തീർത്ത് സൂട്ട് കേസിൽ എല്ലാം ഒരുക്കി വെച്ച് നീ റെഡിയായിട്ടിരിക്കണം. കവിത പറയുന്നത് അനുസരിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ഹോസ്റ്റലിൽ താമസം തുടർന്നാൽ എല്ലാവരും കാര്യം അറിയും. ശ്രീജ അല്പനേരം കൂടി കഴിഞ്ഞു പോയി. പ്രസാദ് വന്നപ്പോൾ ഇക്കാര്യം കവിത പറഞ്ഞു. അത് വേണോ? ദുർബലമായ സ്വരത്തിൽ അയാൾ ചോദിച്ചു. പ്രസാദേട്ടൻ എതിർപ്പ് പറയരുത്. അവൾ തൽക്കാലം ഇവിടെ താമസിക്കട്ടെ. പിന്നത്തെ കാര്യം നമുക്ക് ആലോചിക്കാം. അയാൾ പിന്നെ എതിർത്തൊന്നും പറഞ്ഞില്ല. പിറ്റേന്ന് വൈകുന്നേരം കവിതയും പ്രസാദും കൂടി ഹോസ്റ്റലിൽ ചെന്ന് ശ്രീജയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇതുവരെ ആർക്കും സംശയമൊന്നുമില്ലല്ലോ? കവിത ചോദിച്ചു. ഇല്ല. സ്കൂളിലോ? ഇല്ല. ഞാൻ ചിലത് മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതേക്കുറിച്ച് രാത്രിയിൽ നമുക്ക് സംസാരിക്കാം. ഇപ്പം ഞാൻ ചായ ഉണ്ടാക്കി തരാം. കവിത അടുക്കളയിലേക്ക് പോയി. പ്രസാദും ശ്രീജയും പരസ്പരം ഒന്ന് നോക്കി. പാവം കവിത, അയാൾ പറഞ്ഞു. ശ്രീജയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കരച്ചിൽ അടക്കാൻ പാടുപെട്ട് അവൾ മുറിയിലേക്ക് ഓടി. അവളുടെ വയറ്റിൽ വളരുന്ന കുട്ടി ഹേമന്തിൻ്റേതല്ലെന്ന് എന്നെങ്കിലും ഒരു ദിവസം കവിത അറിയാനിടവന്നാൽ പ്രസാദ് നടുങ്ങി. കഥ തുടരും.